ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ഇടാവോ? കേൾക്കുന്നുണ്ട് അല്ലേ? യെസ്, ഓക്കെ. വെൽക്കം ടു എഡക്സി ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് നമ്മൾ വരുന്ന വർഷത്തെ IP മാറ്റിന്റെ എൻട്രൻസ്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, IIMലെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ്, അതിന്റെ എൻട്രൻസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ എൻട്രൻസുകളാണ് ഉള്ളത്, നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് PG IIMസിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എങ്ങനെ നാട്ടിൽ നിന്ന് മാറി ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എങ്ങനെയാണ് PG ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു സെഷനാണ് ഇന്ന് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ളതെല്ലാം പേരൻസ് ആണോ അതോ മക്കളുണ്ടോ, സ്റ്റുഡൻസ് ഉണ്ടോ? പേരൻസ് ആണോ? എല്ലാവരും ഒന്ന് പറയാവോ? പേരൻസ് ആരൊക്കെയാ ഉള്ളേ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ഇടാവോ, അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? പേരൻസ് ആരൊക്കെയാ ഉള്ളേ? ഒരാളുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവര് ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി. നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്ത് പോവാം. സോ ദാറ്റ് നിങ്ങളുടെ കൺസേൺസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, അഡ്രസ് ചെയ്യും. ഒന്ന് പറയാവോ പേരൻസ് ആരൊക്കെയാ ഉള്ളതെന്ന് പറയാവോ? സിന്ധു മിസ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ളവര് ജിനേഷ്, ആർഷസ്, ബജു, ലക്ഷ്യ, വിപിൻ, അതെല്ലാം സ്റ്റുഡൻസ് ആണോ അതോ പേരൻസ് ആണോ? ഒന്ന് പറയാവോ? അർഷി സ്റ്റുഡന്റ് വിത്ത് പാരന്റ് ആണ്. ഓക്കെ, രണ്ടുപേരുണ്ട്. ഒരുപാട് സന്തോഷം. ബാക്കിയുള്ളവരെ? സിന്ധു പേരന്റ് ആണ്. പേരന്റ് ആണ്. ഓക്കെ, പേരന്റ് ആണ്. ഓക്കെ, കൂടുതലും പേരൻസ് ആണോ? മക്കള് സ്റ്റുഡൻസ് ഇല്ലേ? മക്കളാരില്ലേ? ഉണ്ട് സാറേ, തേജസ്സും അമ്മയുണ്ട്, സ്റ്റുഡന്റ് രണ്ടുപേരുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഇപ്പോ പേരൻസ് മാത്രം ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുത്തുണ്ടെങ്കിൽ അവരെ ഒന്ന് കൂടെ ഇരുത്തുക. അതുപോലെ മക്കളാണുള്ളെങ്കിൽ പേരൻസിനെ ഒന്ന്, അപ്പനും അല്ലെങ്കിൽ ഫാദറിനെ മദറിനെ ഒന്ന് കൂടെ നിർത്തും കേട്ടോ. ഓക്കെ, സാഹിൽ, യെസ്റ്റർഡേ സെയിം സെഷൻ അല്ല, ഇന്ന് നമ്മൾ IP മാറ്റിന്റെ കേസാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ കാറ്റിന്റെ കേസാണ് പറഞ്ഞ്, ഇന്ന് IP മാറ്റിന്റെ കേസാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മക്കൾ ഇപ്പോൾ +1 പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, 10th കഴിഞ്ഞ ആൾക്കാർ, +1 ഓൺ ബോർഡ് ആകാൻ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ +2 കഴിഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും, അതുപോലെ +2 ഇപ്പോൾ +2 സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് +2 കഴിഞ്ഞ് നമുക്ക് മാനേജ്മെന്റ് കോഴ്സസ് ഏറ്റവും നല്ല രീതിക്ക്, നമ്മൾ ജസ്റ്റ് ഒരു കോമേഴ്സ് എടുത്ത ആൾ, ഹ്യൂമാനിറ്റീസ് എടുത്ത ആൾക്ക്, അല്ലെങ്കിൽ സയൻസ് എടുത്ത ആൾക്കാരാണെങ്കിൽ തന്നെ UGക്ക് എന്ത് കോഴ്സാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ UGക്ക് എവിടെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ഓക്കെ, സോ അത് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമുക്ക് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്, UG + PG, അത് മാനേജ്മെന്റിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് എവിടെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും, ഓക്കെ, ഹൃദാശ്വരൻ സ്റ്റുഡൻ്റ് ആണെന്ന് പറയും, ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കേസസ് എന്ന് പറഞ്ഞാൽ UG പ്രോഗ്രാമാണ്. ഇന്ന് നമുക്ക് കാറ്റിന് ഒരു വെബിനാർ ഉണ്ടായിരുന്നു, ഇംബേഡ് വെബിനാർ ഉണ്ടായിരുന്നു, ആണ് 1-2 പേര് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും UG പ്രോഗ്രാം, +2 കഴിഞ്ഞ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്രോഗ്രാം, അതായത് UG + PG. ഓക്കെ, അതായത് 5 വർഷത്തെ കോഴ്സുകൾ എവിടെയൊക്കെ നമുക്ക് ചെയ്യാം, അതിന്റെ സിലബസുകൾ എന്തൊക്കെയാണ്, അതിന്റെ എൻട്രൻസുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിന്റെ പ്രിപ്പറേഷൻ നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, PG ഫോക്കസ് സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യണം. PG ആണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട, ഇത് നമുക്ക് UGക്കാർക്കുള്ള സെഷനാണ് കേട്ടോ. UG ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്. ഇപ്പൊ നമ്മുടെ ബ്രദേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമുക്ക് ഈ സെഷന്റെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ IP മാറ്റിന്റെ കേസാണ് പറയുന്നത്, അതായത് UG പ്രോഗ്രാമിന്റെ കേസാണ് ഇന്ന് പ്രധാനമായിട്ടും പറയുന്നത്. BMS കൂടെ പറയുമ്പോൾ BMSന്റെ കേസ് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫോക്കസ്, ഒന്നാമത്തെ കേസ്, നമ്മുടെ ഫോക്കസ് ഏരിയ നമ്മൾ ഈ വെബിനാറിൽ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഒന്നാമത്തെ കേസ് UGയുടെ എൻട്രൻസുകളെ കുറിച്ചാണ് പറയുന്നത്. അതും പ്രധാനമായിട്ടും IP മാറ്റ് എന്ന് പറയുന്ന എൻട്രൻസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ കേസ്. 2, IP മാറ്റ് പോലെ തന്നെ BMS പോലെയുള്ള എൻട്രൻസുകളുടെ കേസ് നമ്മളിന്ന് പറയും. കോഴിക്കോട് IIM കൊച്ചി ക്യാമ്പസിലോട്ടുള്ള UG പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള UG എൻട്രൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സിംബയോസിന്റെ UG എൻട്രൻസ് ഉണ്ട്, SPJMR UG എൻട്രൻസുകളുണ്ട്. ഇതിന്റെ കേസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ ആണെങ്കിൽ ലേക്ക് അടിക്കാവോ എല്ലാവരും? ഒരു റിപ്ലൈ ഇടാവോ? ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? യെസ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, താങ്ക് യു.
സോ ഇപ്പോ ഞാൻ മക്കളോട് എല്ലാവരോടും ഒന്ന് ചോദിക്കുകയാണ്, എവിടെ നിന്നൊക്കെ എല്ലാവരും ജോയിൻ ചെയ്തേക്കുന്നത്? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണോ? എവിടെ നിന്നൊക്കെയാണ് ജോയിൻ ചെയ്തേക്കുന്നത്? കേരളത്തിന് പുറത്തുള്ള ആൾക്കാരുണ്ടോ? ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ഇടാവോ? അതോ കാലിക്കറ്റ് തന്നെയാണോ? ചാറ്റ് ബോക്സിൽ റിപ്ലൈ ഇടാവോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കോഴിക്കോട്, ഓക്കെ, കോഴിക്കോട് നിന്നാണ്. തൃശ്ശൂർ, ഓക്കെ, മലപ്പുറം, തൃശ്ശൂർ, തൃശ്ശൂർ, ഓക്കെ ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. കൊല്ലത്ത് നിന്ന് ആൾക്കാരുണ്ട് അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. സോ നമ്മൾ ഇപ്പൊ പറയാൻ പോകുന്ന കേസ് എന്തൊക്കെയാണ് IPM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്താണ് നമ്മൾ ഇന്ന സെഷനിൽ പറയും. അതിന്റെ എൻട്രൻസ് എക്സാംസ് ഏതൊക്കെയാണെന്ന് പറയും. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെയാന്ന് പറയും. ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അവിടുത്തെ ഫീസ് എന്തൊക്കെയാന്ന് പറയും. സിലബസ് എന്തൊക്കെയാന്ന് പറയും. എക്സാം പാറ്റേൺ എന്തൊക്കെയാന്ന് പറയും. എക്സിറ്റ് ഓപ്ഷൻ എങ്ങനെയാണ്, 3 വർഷം കഴിഞ്ഞ് എങ്ങനെയാണ് എക്സിറ്റ് ആകേണ്ടത്. സ്ട്രാറ്റജി, അതിന്റെ കീ ഡേറ്റ്സ്, എക്സാം എപ്പോഴൊക്കെയാണെന്നുള്ള കേസുകൾ നമ്മൾ പറയും. എന്തുകൊണ്ട് IP-MAT ചൂസ് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം, എന്തുകൊണ്ട് IP-MAT നമ്മൾ ചൂസ് ചെയ്യണം. ഓക്കെ, ഇത്രയും ഈ കേസസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് ഇന്ന് ഈ സെഷനിൽ നമ്മൾ അഡ്രസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കേസ്, ഈ സെഷൻ കഴിയുന്നത് വരെ എക്സിറ്റ് ആകാതിരിക്കുക, സെഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു താല്പര്യം നിങ്ങൾ കാണിക്കുക. ഓക്കെ, കാരണം നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് വന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഏറ്റവും നല്ല ഓപ്ഷൻസ് ഏതാണ് കൊടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലേ? ഒരു ലൈക്ക് അടിക്കാവോ? ആരുമില്ല, എല്ലാവരും പോയോ? യെസ്, ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. IPM, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്രോഗ്രാം എന്താണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ പ്രോഗ്രാം ആണിത്. ആദ്യത്തെ 3 വർഷം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ BBA UG പ്രോഗ്രാം ആണ്. അടുത്ത 2 വർഷം MBA പ്രോഗ്രാം ആണ്. അതായത് ഈ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ 3+2 ആണ്. ആദ്യത്തെ 3 വർഷം BBA പ്രോഗ്രാമും അടുത്ത 2 വർഷം MBA പ്രോഗ്രാമും ആണുള്ളത്. ആദ്യത്തെ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും എക്സിറ്റ് അടിക്കണമെങ്കിൽ എക്സിറ്റ് അടിക്കാം, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, 2 ഡിഗ്രി, BBA ഡിഗ്രിയും കിട്ടും, MBA ഡിഗ്രിയും നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഈ IP-MAT എഴുതി നമ്മൾ ഒരു IIM-ൽ എത്തുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഏറ്റവും ഉപകാരമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ വേറൊരു IIM-ലോട്ട് അല്ലെങ്കിൽ പിന്നെ IIM-ലോട്ട് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ വേണ്ടി നമ്മൾ CAT എന്ന് പറയുന്ന സെപ്പറേറ്റ് എൻട്രൻസ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, CAT സെപ്പറേറ്റ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം 5 ഇയേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ട് 5 വർഷത്തേക്ക് IIM-ൽ തന്നെ നമുക്ക് ഡിഗ്രി പ്ലസ് PG, അതായത് MBA വരെ IIM-ൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, IP-MAT എഴുതി ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് റിപ്ലൈ ചെയ്യല്ലേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗ്രേറ്റ്. നിങ്ങൾ റിയാക്ഷൻസ് ഒക്കെ നേടുക, കുറച്ചും കൂടി ഈസി ആയിരിക്കും കണ്ടിന്യൂ ചെയ്ത് പോകാൻ. ഓക്കെ, 2011 മുതൽ IIM ഇൻഡോർ ആണിത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ സീറ്റ്സ് ഉള്ളത് IIM ഇൻഡോറിലാണ്. അതുപോലെ IIM റോഹ്ടക്ക്, IIM റാഞ്ചി, IIM ബോധ്ഗയ, ജമ്മു, അമൃത്സർ, ഷില്ലോങ്, അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ്, അതുപോലെ മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, NMIMS, ഇങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, IPM ഓഫർ ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ ടോട്ടൽ സീറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ടോട്ടൽ സീറ്റ്സ് നമ്മൾ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ IIMസും അതുപോലെ നോൺ IIMസിലോട്ടുള്ള ടോട്ടൽ സീറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 3000+ സീറ്റ്സ് നമുക്ക് എന്തുണ്ട്, ഡിഫറെന്റ് IIMസിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുണ്ട്. ഓക്കെ, ഒരു 30,000 അല്ലെങ്കിൽ 40,000 എൻറോൾമെന്റ് മാത്രമാണ് മാക്സിമം ഈ എൻട്രൻസിലേക്ക് വരുന്നത്. അതായത് അത്രയ്ക്കും കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമും കൂടിയാണിത്. അതിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോൾ നീറ്റ് എഴുതുന്നു, നീറ്റ് അല്ലെങ്കിൽ JEE എഴുതുന്നു. JEEയുടെ കോമ്പറ്റീഷൻ എത്രയാ, അല്ലെങ്കിൽ നീറ്റിന്റെ കോമ്പറ്റീഷൻ എത്രയാ? കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 1,00,000 മുകളിൽ ആൾക്കാർ നീറ്റ് എഴുതുന്നുണ്ടല്ലേ? അല്ലേ? യെസ് ഓർ നോ? കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞേ? അല്ലേ? യെസ്. അപ്പോ പക്ഷേ ഇവിടെ അത് നേരെ ചുരുങ്ങി ഒരു 30,000 അല്ലെ 40,000 എന്ന് പറയുന്ന ആൾക്കാർ മാത്രമേ ഈ ഒരു എൻട്രൻസ് എഴുതുന്നുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ അവയർനെസ്സോടെ നമ്മൾ ബിൽഡ് ചെയ്യാവുന്ന ലക്ഷ്യം കൂടെ എഡക്സി ലേണിംഗിനുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കോമ്പറ്റീഷൻ അത്രയും കുറഞ്ഞ ഒരു എക്സാമും കൂടിയാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മക്കൾക്ക് IIMസിൽ പോയി പഠിക്കാൻ, അല്ലെങ്കിൽ അത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് ഈ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ കോർ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
IP മാറ്റ് എഴുതി ഒരാൾ ഒരു IIM എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ അവിടെ MBA കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ക്യാറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, ക്യാറ്റിന്റെ ആവശ്യം ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ തന്നെ IIM എന്ന് പറയുന്ന സംഭവം നമ്മുടെ മക്കളുടെ റെസ്യൂമിൽ കയറും. IIM എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ എന്ത് ചെയ്യും? കയറും. ഓക്കെ. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെന്റ്സ്, ഗ്യാരണ്ടീഡ് പ്ലേസ്മെന്റ്സ് നമുക്ക് എന്തുണ്ടാകും? നമ്മുടെ സ്റ്റുഡൻസിന്, നമ്മുടെ മക്കൾക്ക് ഉണ്ടാകും. 3 വർഷം കഴിയുമ്പോൾ BBA കൊണ്ട് മതി, ഓക്കെ, ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ MBAക്ക് പോകണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സിന് പോവാണ് എന്ന് വേണം എക്സിറ്റ് ഓപ്ഷന് നമുക്ക് എന്ത് ചെയ്യാം? ക്ലിയർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ അത്രയും അഡ്വാൻറ്റേജ് ഉള്ള, അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സിലേക്കാണ് നമ്മൾ IP മാറ്റ് എഴുതി എത്തുന്നത്. ഈ കാര്യം ക്ലിയർ അല്ലേ എല്ലാവർക്കും? പേരൻസിനും മക്കൾക്കും എല്ലാവർക്കും ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഗ്രേറ്റ്. ഈ എൻട്രൻസ് എക്സാം എങ്ങനെയാണ്? IP മാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം ആണ് പ്രധാനമായിട്ടുള്ളത്. അത് IIM ഇൻഡോർ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. അതിലോട്ട് തന്നെയാണ് പ്രധാനമായിട്ടുള്ള എല്ലാ IIMസിലെയും ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ എന്ത് നടത്തുന്നത്? എൻട്രൻസുകൾ നടത്തുന്നത്, IP മാറ്റ് അഡ്മിഷൻസ് നടത്തുന്നത്. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ ഒക്കെ എൻട്രൻസുകൾ, അതിന്റെ അഡ്മിഷൻസ് നടത്തുന്നത് IP മാറ്റ് ഇൻഡോർ IIM നടത്തുന്ന IP മാറ്റ് എക്സാം വഴിയാണ്. അതുപോലെ തന്നെ ബോധ്ഗയ, അതുപോലെ തന്നെ IIM ജമ്മു, ഇവിടെ രണ്ടിടത്തും നമ്മുടെ നടത്തുന്ന സെപ്പറേറ്റ് എൻട്രൻസ് ആണ് ജിപ്മാറ്റ് എന്ന് പറഞ്ഞത്. ഓൾറെഡി നമ്മൾ ജിപ്മാറ്റിന്റെ ബാച്ച് റണ്ണിങ് ആണ്. ഈ വർഷത്തെ ജിപ്മാറ്റിന്റെ ബാച്ച് റണ്ണിങ് ആണ്. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ള എൻട്രൻസുകൾ. ഒന്ന് IP മാറ്റും, 2 ജിപ്മാറ്റും. IP മാറ്റ് നടത്തുന്ന IIM ഇൻഡോറിലോട്ടാണ്. ജിപ്മാറ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, നമ്മുടെ നീറ്റ്, JEE അല്ലെങ്കിൽ UGC, നെറ്റ്, CET, PG അതുപോലെയുള്ള എൻട്രൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ജിപ്മാറ്റ് നടത്തുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത് സെയിം സിലബസ് ആണ്. സെയിം സിലബസ്. എക്സാം പാറ്റേണിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ നമ്മൾക്ക് പഠിക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. രണ്ടാമത്തേത് വെർബൽ എബിലിറ്റി. മൂന്നാമത്തേത് ലോജിക്കൽ റീസണിങ്. ഓക്കെ, ഈ 3 സിലബസ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്, ഈ ഒരു എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇതില് IP മാറ്റിൽ 120 മിനിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രധാനമായിട്ടുള്ളത്. ജിപ്മാറ്റിലോട്ട് പോകുമ്പോൾ അതിന്റെ ഡ്യൂറേഷൻ 150 മിനിറ്റ് ആകും. അത് IP മാറ്റിന് എൻട്രൻസ് 2 മണിക്കൂറും ജിപ്മാറ്റിന് എൻട്രൻസ് 2.5 മണിക്കൂറുമാണ് ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? മാർക്കിംഗ് സ്കീം ഒക്കെ എല്ലാം കറക്റ്റാ. ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റുത്തരമാണെങ്കിൽ -1. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ MCQ ചോദ്യങ്ങളാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിലും വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യം ഞാൻ പറഞ്ഞ ക്ലിയർ ആണ്? അതിന് സംശയം എന്താ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? പേരൻസിനോ സ്റ്റുഡൻസിനോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്തെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വേറൊന്നുമല്ല. എന്താണ്? +2 ജനറൽ കാറ്റഗറിയിൽ OBC ആണെങ്കിൽ 60% മാർക്ക് വേണം. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും 60% മുകളിൽ മാർക്ക് ഉണ്ടാകും. SC ST അല്ലെ ബാക്കിയുള്ള റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 55% ഉണ്ടായിരിക്കണം 10ലും +2ലും. ഓക്കെ, 10ലും +2ലും ജനറൽ കാറ്റഗറി OBC അതുപോലെ EWS ആണെങ്കിൽ 60%, ബാക്കി എല്ലാ കാറ്റഗറി ആണെങ്കിൽ 55% ആയിരിക്കും ഉണ്ടാകേണ്ടത്. ICC ആയിക്കോട്ടെ, സ്റ്റേറ്റ് ആയിക്കോട്ടെ, CBSE ആയിക്കോട്ടെ, ഏത് ബോർഡ് ആണെങ്കിലും അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ. ഇനി ഏജ് കാറ്റഗറിയാണ്. IP മാറ്റിന് 20 വയസ്സ് ജൂലൈ 31 ആകുമ്പോൾ, ബാക്കി IP മാറ്റിന് ജനറൽ കാറ്റഗറിക്ക്, ബാക്കിയുള്ള കാറ്റഗറികൾക്ക് 22 വയസ്സ്. ഓക്കെ, വയസ്സെന്ന് പറയുമ്പോൾ 20ഉം 22ഉം ആണ് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ മക്കള് +2 പരീക്ഷ കംപ്ലീറ്റ് ആകേണ്ട ആവശ്യമില്ല. +2 കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. +2 കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ നമ്മൾ എപ്പോൾ പഠിച്ചു തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പഠിച്ചു തുടങ്ങണം. ഓക്കെ, നേരത്തെ പഠിച്ചു തുടങ്ങണം. ഏത് സ്ട്രീമിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാം? ഏത് സ്ട്രീമിലുള്ള, ആർട്സ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സ്ട്രീം ആണെങ്കിലും എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റിസർവേഷന്റെ കേസ് നോക്കാം. 50% സീറ്റ്സ് ജനറൽ കാറ്റഗറിക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കാണ്. ബാക്കി OBCക്ക് 27%, SC കാറ്റഗറിക്ക് 15%, ST കാറ്റഗറിക്ക് 7.5%, EWSന് 10%, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ 5%. ഇതാണ് റിസർവേഷന്റെ പോളിസി. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സിലബസിന്റെ ഔട്ട്ലൈൻ നമ്മൾ പറഞ്ഞു, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് ഈ അഡ്മിഷൻസ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു, റിസർവേഷൻ പോളിസി നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇനി നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ IIMസിൽ എവിടെയൊക്കെയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. IIMs അല്ലാണ്ട് IP മാറ്റ് പോലെയുള്ള എൻട്രൻസുകൾ, സെയിം സിലബസ് ആയിട്ടുള്ള എൻട്രൻസുകൾ എവിടെയൊക്കെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം.
ഒന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് അവിടെ അക്സെപ്റ്റ് ചെയ്യും. 2 മണിപ്പാലിൽ അക്സെപ്റ്റ് ചെയ്യും. NMIMS മുംബൈയിൽ അക്സെപ്റ്റ് ചെയ്യും. സിംബിയോസിസ് പൂനെയിൽ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ IIM ബാംഗ്ലൂർ ഓൺലൈൻ, IIM കോഴിക്കോട് കൊച്ചി ക്യാമ്പസിലോട്ട് BMS അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ IIM സിറാമൂർ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു എൻട്രൻസ് ക്ലിയർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യവും ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സീറ്റ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീറ്റ്സും വളരെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു സംഭവത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് IIM ബാംഗ്ലൂർ ഓൺലൈൻ ആണെങ്കിൽ 2 lakhs തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 lakhs തൊട്ട് ഫീസ്. ഓക്കെ, ഇപ്പോൾ IIM ബാംഗ്ലൂർ, IIM കൽക്കട്ട ഇവരെല്ലാവരും അടുത്ത വർഷത്തേക്കൊക്കെ ഓഫ്ലൈൻ ക്യാമ്പസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്യാമ്പസ് UG പ്രോഗ്രാം ഇത്രയും നാളും IIM ബാംഗ്ലൂർ, IIM അഹമ്മദാബാദും ഒക്കെ ക്യാറ്റ് മാത്രമായിരുന്നു, PG കോഴ്സ് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, UG പ്രോഗ്രാമും കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് എഡ്യൂക്കേഷൻ രംഗം, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി തന്നെ മുമ്പോട്ട് പോകുന്നത്. അപ്പം അത്രയും അഡാപ്റ്റ് ചെയ്യുന്ന, അത്രയും ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ രാജ്യത്തിനും വേണ്ടത്. അവര് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മാനേജ്മെന്റ് പഠിക്കാൻ, അല്ലെങ്കിൽ ഫൈനാൻസ് പഠിക്കാൻ, കോമേഴ്സ് പഠിക്കാൻ, ഇക്കണോമിക്സ് പഠിക്കാനുള്ള സ്റ്റുഡൻസ് ഞങ്ങളുടെ അടുത്ത് വരട്ടെ. ഓക്കെ, അതാണ് അവർ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഓക്കെ, ഇതാണ് ബാക്കിയുള്ള IIMs അല്ലാണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. IIFT കഴിക്കണ്ട, മണിപ്പാല്, അതുപോലെ NMIMS മുംബൈ, സിംബിയോസിസ്, IIM ബാംഗ്ലൂർ, IIM കോഴിക്കോട്, IIM സിറാമൂർ. ഓക്കെ, ഇനി നമ്മൾ സിലബസിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അപ്പോൾ സിലബസ് ഇപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും, നമ്മുടെ മക്കളെ കൊണ്ട് പഠിക്കാൻ പറ്റുമോ, ഒരുപാട് ഡിഫിക്കൽട്ട് ആണോ, മാത്സ് മാത്രമാണോ, എന്താണ് ഇതിന്റെ അകത്ത് പഠിക്കാനുള്ളത് എന്നുള്ളൊരു കേസ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും, ഇല്ലേ? ഉണ്ടോ? എന്താണ് പഠിക്കാനുള്ളത് എന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ചാറ്റ് ബോക്സിൽ റിപ്ലൈ ഇടാവോ? ഉണ്ട്. ലൈക്ക് അടിക്കുന്നതിനർത്ഥം കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ്, നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ 10 തൊട്ട് +2 വരെയുള്ള ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ സിലബസും ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നത്. ബേസിക്കലി 8, 9, 10 +1 +2 ഇത്രയും ക്ലാസ്സുകളിലെ മാത്സ്, ഇംഗ്ലീഷ് ഇതിനെ ബന്ധപ്പെടുത്തിയാണ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത്. ഒന്നാമത്തെ കേസ് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നമ്പർ തിയറി, ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് അവിടെ തൊട്ടുള്ള കേസുകൾ ചോദിക്കാം. പെർസെൻറ്റേജസ്, റേഷ്യോസ്, ആവറേജസ് ചോദിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് സ്പീഡ്, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ്, വർക്ക് ആൻഡ് ടൈം ചോദിക്കാം. ഓൾജിബ്ര, ലീനിയർ ഇക്വേഷൻസ്, ഇനിക്വാളിറ്റീസ്, ജോമെട്രി, മെൻസുറേഷൻ, അതുപോലെ തന്നെ കോർഡിനേറ്റ് ജോമെട്രി, സെറ്റ് തിയറി, വെൻ ഡയഗ്രാം, പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, പ്രോബബിലിറ്റി, സീക്വൻസ്, സീരീസ്, അതുപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത്. ഇതൊക്കെ നമ്മുടെ മക്കള് 10 +2 ഒക്കെ ക്ലിയർ ആയിട്ട് പഠിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് വരുന്നത്. ഒരുപാട് ഇപ്പൊ നമ്മൾ ജെയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തല പുകച്ച് പ്രിപ്പയർ ചെയ്യേണ്ട പരിപാടിയൊന്നുമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട കാര്യം കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കുറവാണ്. കാരണം ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് വളരെ കുറവാണ്. ഈ അവയർനെസ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുക. ഇപ്പൊ തന്നെ നമ്മളിപ്പം ഒരുപാട് നാൾ പ്രൊമോഷൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് വളരെ 25 പേരാണ് ഈ സെഷനിലുള്ളത്. അപ്പോൾ 2 പേര് ഓഫീസിൽ നിന്നുള്ള ആൾക്കാരൊക്കെ 20 പേരുള്ള 20 പേരൻസോളം ഇവിടെ ഉള്ളത്. അപ്പോൾ അത്രയും വളരെ ലോ ആയിട്ടുള്ള അവയർനെസ് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ IP മാറ്റ് പോലെയുള്ള ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് പ്രോഗ്രാം +2 കഴിഞ്ഞ് എന്റെ മോന് കോമേഴ്സ് ആണ്, അവനെ ഞാൻ BCom-നാണോ വിടേണ്ടത്? അല്ല, അവന് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യാനാണ് വിടേണ്ടത്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാലാരണപ്പെട്ട BCom സിലബസിൽ നിന്ന് മാറി വളരെ അഡാപ്റ്റ് ചെയ്യാൻ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് അവന് പഠിക്കേണ്ടത്. ഓക്കെ, മാത്രമല്ല IIM-ല് അവൻ പഠിച്ചു ഇന്നലത്തെ വെബിനാറിലൊക്കെ ഞാൻ പറയുന്നുണ്ട്, IIMs-ൽ അല്ലെങ്കിൽ ഈ സിംബിയോസിസിലൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഇവര് പ്ലേസ്ഡ് ആകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഹയർ പൊസിഷൻസിലോട്ടായിരിക്കും. ഒരു 4-5 കൊല്ലം അല്ലെങ്കിൽ 3-4 കൊല്ലം കൊണ്ട് സാധാരണ ഒരാള് ഡിഗ്രി അല്ലെ PG കഴിഞ്ഞ് എത്തുന്ന പൊസിഷനിലോട്ടായിരിക്കും ഇവർ ആദ്യമേ പ്ലേസ്ഡ് ആകുന്നത്. രണ്ടാമത്തെ കേസ്, ഇവരുടെ നെറ്റ്വർക്ക്, ഓൾ ഓവർ ഇന്ത്യ ഉള്ള നെറ്റ്വർക്ക്, അതുപോലെ തന്നെ ഫോറിൻ സ്റ്റുഡൻസിന്റെ നെറ്റ്വർക്ക്, അക്കാഡമീഷ്യൻസിന്റെ നെറ്റ്വർക്ക്, ഇൻഡസ്ട്രി എക്സ്പേർട്സിന്റെ നെറ്റ്വർക്ക്, അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സ്, ഇന്റേൺഷിപ്സ്, ഇവര് ജീവിക്കാൻ പോകുന്ന സാഹചര്യവും ഇവര് മനസ്സിലാക്കാൻ പോകുന്ന സാഹചര്യവും ഇവര് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും എപ്പോഴും അഡ്വാൻസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഗവൺമെന്റ് എൻട്രൻസ് എക്സാംസ് വെക്കുന്നത്. എൻട്രൻസ് എക്സാംസ് എന്തിനാണ് വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരു നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള
സിറ്റിസണിലെ സ്റ്റുഡൻസിനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, നേഷൻ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്, കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. സോ ആ ഒരു കേസ് ഫോക്കസ് ചെയ്തിട്ടാണ് IIMs ഒക്കെ അവരുടെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനൊക്കെ മുകളിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം ഞങ്ങള് ഇന്നലത്തെ വെബിനാറിലൊക്കെ പറഞ്ഞാണ്, ഇതിന് മുമ്പ് ഞങ്ങളുടെ IIM അലുമിനിയുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് സെഷൻ വെച്ചായിരുന്നു ഒരു 2 weeks 3 weeks മുമ്പ്. നമുക്ക് ടെക്സി ലേണിംഗിന്റെ യൂട്യൂബ് ചാനൽ അതുണ്ട്, നിങ്ങൾ നോക്കിയാൽ കിട്ടില്ല, എങ്കിൽ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിൻ്റെ അകത്ത് എൽദോ എന്ന് പറയുന്ന മലയാളിയാണ്, പെരുമ്പാവൂരുകാരൻ ഒരാളാണ്. പുള്ളി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ IIMലെ നെറ്റ്വർക്ക്, ഇപ്പം IPMAT ആണെങ്കിലും അതുപോലെ GAT ആണെങ്കിലും, ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്ന സംഭവം വളരെ വലുതാണ്. കാരണം അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, MNCസിലൊക്കെ നല്ല ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഗവൺമെന്റ് സർവീസസിൽ നിന്ന് ലീവ് എടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. സോ ഈ പൊസിഷൻസ് ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ള പൊസിഷനാണ്. എലൈറ്റ് അക്കാഡമിഷ്യൻസ്, എലൈറ്റ് എക്സ്പേർട്സ്, എലൈറ്റ് ബിസിനസ്മാൻ. സോ നമുക്ക് കണക്ട് ചെയ്യാനും നമുക്ക് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അതിൽ ആ സെഷനിലെടുത്ത എൽദോ എന്ന് പറയുന്ന പുള്ളി പറഞ്ഞൊരു കേസുണ്ട്. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു, നമുക്കൊരു ഫണ്ടിങ് പ്രോബ്ലം ഉണ്ട്, നമുക്കൊരു IIM നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് നല്ല ഐഡിയ ആണെങ്കിൽ, വി വോണ്ട് ഹാവ് ദാറ്റ് ഫണ്ടിങ് പ്രോബ്ലം. നമുക്ക് ഫണ്ടിന്റെ പ്രശ്നം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിനെ വേണം. ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങണം നമ്മുടെ കമ്പനിയിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് സൈഡ് സ്ട്രോങ് ആക്കാൻ നല്ലൊരു ഐഡിയ വേണം, ഒരു സെഷൻ എടുക്കാൻ ഒരാൾ വേണം. ക്ലിയർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സ്പേർട്ടിനെ നമുക്ക് കിട്ടും. ബിക്കോസ് ആ അലുമിനിയം നെറ്റ്വർക്ക് അത്രയും വലുതാണ്. പക്ഷെ നമ്മള് ഇപ്പൊ പേരൻസ് ഒക്കെ നാട്ടിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പൊ നമ്മൾ നാട്ടിലാണ് പഠിക്കുന്നതെങ്കിൽ അത്രയും വലിയൊരു എക്സ്പേർട്സിനെ അല്ലെങ്കിൽ അത്രയും നല്ലൊരു നെറ്റ്വർക്ക് നമുക്ക് കിട്ടുമോ? ഞാൻ പേരൻസിനോടാണ് ചോദിക്കുന്നത്, കിട്ടുമോ നമുക്ക്? അത്രയും നല്ലൊരു നെറ്റ്വർക്ക് നമുക്ക് കിട്ടുമോ? പേരൻസ് ഒന്ന് റിപ്ലൈ ചെയ്യാം, ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത്, ഒരു പോസിറ്റീവ് സെനാരിയോ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾ എത്താൻ പോകുന്ന സിറ്റുവേഷൻ അത്രയും നല്ലതല്ലേ? മുഹമ്മദ് ഹസൻ, റിഹാൻ, അഫ്ലഖ്, നോ. അതാണ് ഫസ്റ്റ് കേസ്. ആ നെറ്റ്വർക്കിംഗ് ഈസ് എവറിത്തിങ്. മനസ്സിലായോ? ആ നെറ്റ്വർക്കിംഗ് ആണ് ഫസ്റ്റ് കേസ്. രണ്ടാമത്തെ കേസ്, നമ്മൾ കാലഹരണപ്പെട്ട സിലബസ് അല്ല പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ PG പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചെയ്ത ഒരാളാണ്. അവിടെ PG പഠിപ്പിക്കുന്ന കേസസ് തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസും വെച്ചിട്ടാണ്. ഈ ഫെസിലിറ്റീസ് പക്ഷെ ഇന്ത്യയിൽ എല്ലാവർക്കും അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഗവൺമെന്റിന് അത് അഫോർഡ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ NIRF റാങ്കിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് കേട്ടിട്ടുണ്ടോ എല്ലാവരും? NIRF റാങ്കിങ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും പേരൻസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇല്ല? ഒന്ന് ചാറ്റ് ബോക്സിൽ യെസ് NIRF റാങ്ക് കേട്ടിട്ടുണ്ടെന്ന് പറയും. ഓക്കെ, NIRF റാങ്കിങ് പ്രകാരം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഒക്കെ ലിസ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ, NIRF റാങ്കിങ് പ്രകാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിരിക്കണം നമ്മുടെ മക്കൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. കാരണം ഇന്ത്യയിലെ ഓരോ ഫീൽഡിൽ ഇപ്പൊ മാനേജ്മെന്റ് ആണെങ്കിൽ മാനേജ്മെന്റ്, എഞ്ചിനീയറിംഗ് ആണ് എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ്, കോമേഴ്സ് ആണ് കോമേഴ്സ്, മെഡിസിൻ ആണ് മെഡിസിൻ, ഇവിടെയൊക്കെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ലിസ്റ്റ് ഓരോ വർഷവും സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റാണ് NIRF. ഓരോ വർഷത്തെയും അവിടുത്തെ റിസർച്ചബിലിറ്റി, അവിടുത്തെ പാസ് പെർസെന്റേജ്, അവിടുത്തെ പ്ലേസ്മെന്റ്, അവിടുത്തെ CSR ഡെവലപ്മെന്റ്സ്, സ്റ്റുഡന്റ് എൻഗേജ്മെന്റ്, ഫാക്കൽറ്റി ക്വാളിറ്റി, ഫാക്കൽറ്റി റിസർച്ച്, അങ്ങനെ ഒരു 100,000 കാറ്റഗറീസ് വെച്ചിട്ട് ആ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഓരോ വർഷവും NIRF റാങ്കിങ് പുറത്തിറക്കുന്നത്. ഈ റാങ്കിങ് പ്രകാരമാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെയും റാങ്കിങ് ഇടുന്നതും അവർക്കുള്ള ഗ്രാന്റ് കിട്ടുന്നതും ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതുമെല്ലാം. ഈ NIRF റാങ്കിങ്ങിലെ ഏറ്റവും ടോപ്പിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഈ IIMസും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത IIMs അല്ലാതെയുള്ള പ്രീമിയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ, സോ അവിടെ വേണം നമ്മുടെ മക്കളെ സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ QS വേൾഡ് റാങ്കിങ് എന്ന റാങ്കിങ് ഉണ്ട്. അപ്പോ ഈ QS വേൾഡ് റാങ്കിങ് പ്രകാരം ഗ്ലോബലി ഉള്ള റാങ്കിങ് ആണ്. ലോകത്തെ എല്ലാ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട്സിനൊക്കെ പ്രകാരമുള്ള റാങ്കിങ് ആണ്. അപ്പോ അവിടുത്തെയൊക്കെ റാങ്കിങ് പ്രകാരം ആയിരിക്കണം നമ്മുടെ മക്കൾ എന്ത് ചെയ്യാൻ പ്രധാനമായിട്ട് എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇപ്പോ സ്റ്റുഡൻസ് ആണെങ്കിലും പേരൻസ് കൂടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളുടെയൊക്കെ സ്ട്രീം +2 സ്ട്രീം അല്ലെങ്കിൽ +1 ആൾക്കാരാണെങ്കിൽ +1 നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രീം കോമേഴ്സ് ആണോ, ആർട്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കമ്പ്യൂട്ടർ സയൻസ് ആണോ, അതോ ബയോളജി സയൻസ് ആണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാവും. സർ എക്സ്ക്യൂസ് മീ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. യെസ്, ഡൗട്ടുകൾ I have opted for commerce with IT.
ഹലോ, നമുക്ക് അല്ല ഡൗട്ടുകൾ നമ്മൾ ഈ സെഷൻ കഴിയുമ്പോൾ എൻഡ് ഓഫ് ദ Q&A സെഷൻ ഉണ്ട്, നമുക്ക് അപ്പൊ ക്ലിയർ ചെയ്താലോ? ഓക്കെ, എന്നാ ശരി. ഈ ഓക്കെ, താങ്ക് യു. നമ്മുടെ സിലബസിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. നമുക്കിത് ക്ലിയർ ആക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു. ഷുവർ, താങ്ക് യു. യെസ്, ബാക്കിയുള്ളവർ ഞാൻ ചോദിച്ച കേസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാവോ? ഏതൊക്കെയാണ് സ്ട്രീംസ് എന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യാവോ? ബയോമാക്സ് ഉണ്ട്, കോമേഴ്സ് പ്ലസ് മാത്സ് ഉണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ട്രീംസ് എന്ന്. അപ്പൊ മാത്സ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഓക്കെ, കോമേഴ്സ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, കോമേഴ്സ് കമ്പ്യൂട്ടർ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ സ്വാഭാവികമായിട്ടും കൂടുതലും കോമേഴ്സുകാരാണോ? സയൻസുകാർ 1-2 പേരൊക്കെ ഉള്ളു അല്ലേ? ഓക്കെ, അപ്പൊ കൂടുതലും കോമേഴ്സുകാരാണ്. കോമേഴ്സുകാർ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് BCom പോകാം, അല്ലെങ്കിൽ CA പോകാം, അല്ലെങ്കിൽ CMA പോകാം എന്നൊരു ഓപ്ഷനിൽ അല്ലെങ്കിൽ കാൽക്കുലേഷനിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ? അപ്പോ നമുക്ക് അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഓപ്ഷൻ നമ്മളൊന്ന് ചൂസ് ചെയ്യും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമുക്കുണ്ട്, ആ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന എന്താ ഡൗട്ടിന്റെ കേസ് ഒന്ന് പറയാവോ? എന്തായിരുന്നു സിലബസിന്റെ കേസ് ചോദിച്ചില്ല, അതൊന്ന് പറയാം. നമുക്ക് ഇപ്പൊ തന്നെ ഒന്ന് ക്ലിയർ ആക്കി പോവാം. എന്തായിരുന്നു പറയാം? ഓക്കെ, ഞാൻ 11th പോകുന്നതാണ്. അപ്പൊ ഞാൻ കോമേഴ്സ് IP ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ മാത്സ് എനിക്ക് അടുത്ത 2 വർഷം പഠിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മുടെ സിലബസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ 11th-ന്റെയും 12th-ന്റെയും. അതെ. അപ്പോ ഞാൻ ഈ എൻട്രൻസ് എക്സാമിന് എഴുതാൻ പോകുമ്പോൾ മാത്സ് ഞാൻ ഈ 2 വർഷം പഠിക്കാത്തതുകൊണ്ട് അതിൽ ചെറുതായിട്ടൊരു ബാക്ക്വേർഡിലായിരിക്കുമല്ലോ ഞാൻ. പറഞ്ഞോ, കംപ്ലീറ്റ് ചെയ്തോ. സോ വാട്ട് ഷുഡ് ഐ ബി ഡൂയിങ്? മാത്സ് ഈ പഠിക്കണമല്ലോ 11th-ന്റെയും 12th-ന്റെയും. ഓക്കെ, 11th-ന്റെ നമ്മൾ ബേസിക്സ് തൊട്ട് നമ്മൾ പഠിപ്പിക്കും, ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഞാൻ മാത്സ് ഞാൻ +2 കോമേഴ്സ് ആയിരുന്ന ആളാണ്, ഡിഗ്രിക്ക് BCom എടുത്ത ഒരാളാണ്, PG MCom ചെയ്ത ഒരാളാണ്, 10ാം ക്ലാസ് കഴിഞ്ഞ് മാത്സ് പഠിക്കാതിരുന്ന ഒരാളാണ് ഞാൻ. എൻട്രൻസുകളൊക്കെ UGC നെറ്റ് അടക്കം പാസ്സായത് ഈ മാത്സ് ഒക്കെ ബേസിക്കലി സ്ക്രാച്ച് ചെയ്ത് ഞാൻ റീവർക്ക് ചെയ്ത് ബിൽഡ് ചെയ്ത് പഠിച്ച് റെഡിയാക്കിയതാണ്. മാത്സ് നമുക്ക് പഠിക്കാൻ പോകാൻ ടെൻഷൻ അടിക്കണ്ട, അതിനുള്ള മാർഗ്ഗം നമ്മുടെ അടുത്തുണ്ട് കേട്ടോ. ഫ്രം സ്ക്രാച്ച് നമുക്ക് പഠിപ്പിക്കാം, ടെൻഷൻ അടിക്കണ്ട. മാത്സ് ഇല്ല എന്നുള്ള കാരണം ഇപ്പൊ കോമേഴ്സുകാർ പ്രധാനമായിട്ടും ഇപ്പൊ മാത്സ് ഇല്ലാത്തപ്പം മോനെ പേരെന്നായിരുന്നു? എന്റെ പേര് ഹർഷ്. ഓക്കെ, ഹർഷിനെ പോലെ തന്നെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരുപാട് കോമേഴ്സുകാരിലെ ഹ്യൂമാനിറ്റീസുകാരുണ്ട്. ഞങ്ങൾക്ക് മാത്സ് ഇല്ല, സോ ഞങ്ങൾ എന്ത് ചെയ്യും, എൻട്രൻസ് എങ്ങനെ പാസ്സാകും, അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഗ്രേറ്റ്, താങ്ക് യു. സോ നമ്മള് ഈ എക്സാംസിനെ ഒന്ന് കമ്പയർ ചെയ്യുമോ ഇനി എക്സാംസിന്? ഓക്കെ, ഈ IPMAT ഇൻഡോറിലെയും റോഹ്താക്കിലെയും കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 90 ചോദ്യങ്ങളും അതുപോലെ 120 ചോദ്യങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, പക്ഷെ ജിപ്മാറ്റിലോട്ട് വരുമ്പോൾ 100 ചോദ്യങ്ങളാണ് ഉള്ളത്. ശരി ഉത്തരത്തിനൊക്കെ 4 മാർക്കും, തെറ്റുത്തരത്തിന് -1. ഓക്കെ, ഇൻഡോറിലും റോഹ്താക്കിലെ എക്സാമിന് പ്രധാനമായിട്ടും എന്താണ് 120 മിനിറ്റ് ആണ് സമയം, 120 മിനിറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ജിപ്മാറ്റിനുള്ള സമയം 150 മിനിറ്റ്. ഇതിന് ഡിഫറെന്റ് സെക്ഷൻസ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 30 ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ഷോർട്ട് ആൻസേഴ്സ് ആണെങ്കിൽ 15 ചോദ്യങ്ങൾ, VAR അല്ലെങ്കിൽ നമ്മുടെ DALR ആണെങ്കിൽ 15 ചോദ്യങ്ങൾ, VARC 45 ചോദ്യങ്ങൾ. അപ്പോൾ ഓരോ സെക്ഷനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈം ഉണ്ട്, ഓരോ സെക്ഷനും സെപ്പറേറ്റ് ആയിട്ടുള്ള മാർക്സ് നമ്മൾ സ്കോർ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാല് 100 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 120 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 150 ചോദ്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100 ചോദ്യമോ 120 ചോദ്യമോ 150 ചോദ്യമോ എഴുതേണ്ട ആവശ്യം നമുക്കില്ല. മനസ്സിലായോ? ഈ ഡിഫറന്റ് ചോദ്യങ്ങൾ, ഇത്രയും 100 ചോദ്യങ്ങളുണ്ട്, 120 ചോദ്യങ്ങളുണ്ട്, 150 ചോദ്യങ്ങളുണ്ട്. ഈ 150 ചോദ്യം എഴുതിയിട്ടല്ല നമുക്ക് ടോപ്പർ ആകാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇപ്പൊ കാറ്റിന്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ 66 അല്ലെങ്കിൽ 64 ചോദ്യങ്ങളാണ് കാറ്റിന് ഉണ്ടാകുന്നത്. നമുക്കൊരു 35+ അല്ലെങ്കിൽ 40 എന്ന് പറയുന്ന ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗോ ഫോർ 95 അല്ലെങ്കിൽ 96% കാരണം ഈ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് ടോട്ടൽ മാർക്സിനെ ബേസ് ചെയ്തിട്ടല്ല. ഹൂ ഈസ് അറ്റ് ദ ടോപ്പ്, ടോപ്പറുടെ മാർക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ഇപ്പം ഹർഷ് പറഞ്ഞൊരു കേസ് ഉണ്ട്. ഹർഷിന് മാത്സിന്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ മാത്സ് വെച്ചൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രോങ് ഏരിയ കാണും, ഒരു വീക്ക് ഏരിയ കാണും. ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പാടായിരിക്കും, DALR ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഓക്കെ ആയിരിക്കും, ലോജിക്കൽ റീസണിങ് ഓക്കെ ആയിരിക്കും,
വെർബൽ എബിലിറ്റി ഓക്കെ ആയിരിക്കും, റീഡിംഗ് കോംപ്രഹെൻഷൻ ഓക്കെ ആയിരിക്കും. വെർബൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പാരാ ജംബിൾസ്, പാരാ സമ്മറി, സെന്റൻസ് മേക്കിംഗ്, അല്ലെങ്കിൽ റീഡിംഗ് കോംപ്രഹെൻഷൻസിൽ പാസേജ് വായിച്ചിട്ട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും നമ്മുടെ സ്ട്രോങ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക, സ്ട്രോങ് ഏരിയയിലെ മാക്സിമം നമ്മൾ സ്കോർ ചെയ്യുക, വീക്ക് ഏരിയ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്കോർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഇതായിരിക്കണം എൻട്രൻസിന്റെ സ്ട്രാറ്റജി. എൻട്രൻസിന്റെ അർത്ഥം നമ്മൾ ഈ ഒരു കടമ്പ കടക്കുക എന്നാണ്. അവിടെ നമ്മൾ മൊത്തം സിലബസ് പഠിച്ചുകൊണ്ട് പോയി എല്ലാ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അവിടെ കൊണ്ടുപോയി എഴുതി വെക്കുന്ന ഒരു പരിപാടി ഇല്ല. നമ്മൾ റിട്ടേൺ എക്സാം അല്ല, ഇത് ഓൺലൈൻ എക്സാം ആണ്, MCQs ആണ് കൂടുതലും. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ എല്ലാ എൻട്രൻസിന് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോടും എല്ലാ പേരൻസിനോടും പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രധാനമായിട്ട് 5 സ്കിൽസ് ആണ് എൻട്രൻസിൽ ചെക്ക് ചെയ്യുന്നത്. ആ 5 സ്കിൽസ് ഏതൊക്കെയാന്ന് പറയണ്ടേ? പറയണം. ഓക്കെ, ആ 5 സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ആണ്. കാരണം ഓരോ ക്വസ്റ്റിനും ഓരോ ഡിസിഷനാണ്. നമ്മളൊരു ഡിസിഷൻ എടുക്കണം. 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് റൈറ്റ് എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കണം. രണ്ടാമത്തെ കേസ് പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. കാരണം ഓരോ ക്വസ്റ്റിനും ഇപ്പൊ ക്വാണ്ട് ആയിക്കോട്ടെ, DLR ആയിക്കോട്ടെ, VARC ആയിക്കോട്ടെ, ഓരോ ചോദ്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ പ്രോബ്ലംസാണ്. ഈ പ്രോബ്ലംസ് റൈറ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റണം, റൈറ്റ് ആയിട്ട്. ഓക്കെ, അത് ആ സ്കില്ലാണ് എൻട്രൻസിൽ ചെക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസ് നമ്മുടെ സ്പീഡ്. നമുക്കൊരു 120 മിനിറ്റ് അല്ലെങ്കിൽ 100 മിനിറ്റ് 90 മിനിറ്റ് അല്ലെങ്കിൽ 150 മിനിറ്റ് ഇത്രയും നിശ്ചിത സമയം മാത്രമാണ് നമുക്ക് ഓരോ എൻട്രൻസ് എക്സാമും ഉള്ളത്. ഈ നിശ്ചിത സമയത്തിനകത്ത് നമ്മൾ തീർത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഡിസിഷൻസ് എടുക്കാൻ. ഓക്കെ, അതുപോലെ തന്നെ സ്പീഡിൽ നമ്മളിത് ചെയ്താൽ മാത്രം പോലെ. പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ എടുക്കുന്നുണ്ട്, സ്പീഡിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആക്യുറേറ്റ് ആയിരിക്കണം. ശരിയായ ഉത്തരവല്ലേ നമ്മൾ ക്ലിക്ക് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ശരിയായ ഉത്തരവല്ലേ നമ്മൾ സെലക്ട് ചെയ്യണ്ടേ? അല്ലേ? ശരിയായ ഓപ്ഷൻ അല്ലേ നമ്മൾ സെലക്ട് ചെയ്യണ്ടേ? അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മാത്രമല്ല നമ്മുടെ ലോജിക്കൽ മൈൻഡ് സെറ്റ്, നമ്മൾ എന്തുമാത്രം ലോജിക്കലിയാണ് ഓരോ ഉത്തരവും സെലക്ട് ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മിക്ക എൻട്രൻസുകളും ചെക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, VARC, അതുപോലെ DALR, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്. അവിടെ ഡാറ്റ വെച്ചിട്ടുള്ള നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഗെയിമാണ്. അത് ഫുള്ളും ഗെയിം മീൻസ് അത് വെച്ചുള്ള കളികളാണ്. VARC ബേസിക് ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് നമ്മൾ സെന്റൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യുന്നു, ഒരു പാസേജിൽ എങ്ങനെ പാസേജ് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരങ്ങൾ നമ്മൾ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ കമ്പ്യൂട്ടേഷണൽ എബിലിറ്റി, നമ്മൾ മാത്സ് പ്രോബ്ലംസ് എന്തുമാത്രം സ്പീഡിൽ സോൾവ് ചെയ്യുന്നു, അതിന് കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ എൻട്രൻസുകൾ ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ നമുക്കിപ്പം ബിസിനസ് മാനേജ്മെന്റിന്റെ തിയറി അറിയാമെന്നോ, ഫൈനാൻസ് മാനേജ്മെന്റിന്റെ തിയറി അറിയാമെന്നോ, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന്റെ തിയറി അറിയാമെന്നോ ഒന്നുമല്ല ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ബോർ അടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോർ അടിക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് പറയുക, ബോർ അടിക്കുന്നില്ലെങ്കിൽ നോ എന്ന് പറയുക. നോ. ഇന്ററാക്റ്റീവ് ആക്കണോ? നമ്മൾ പാട്ട് പാടണോ? സുരേഷ് ഗോപി പാടുന്ന പോലെ വേണ്ടല്ലോ അല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ സീരിയസ് അല്ലേ? ഓക്കെ അല്ലേ? പാട്ട് പാടണോ? പാട്ടൊന്നും പാടത്തില്ല കേട്ടോ, തമാശ പറഞ്ഞ പാട്ടൊന്നും പാടത്തില്ല ഹസൻ, അത് പറയണ്ട. ഓക്കെ, സോ ഇനി നമ്മൾ പറയുന്നത്, നമ്മൾ എൻട്രൻസിന്റെ കേസുകൾ പറഞ്ഞു, പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജീസിൽ ഏകദേശം നമ്മൾ കടന്നു, സിലബസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, ടോപ്പിക്സിനെ കുറിച്ച് സംസാരിച്ചു. ഇനി 3 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ 5 വർഷം ഈ പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് പറയാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് IIMസിൽ PG അല്ലെങ്കിൽ MBA ചെയ്യുന്നതിൽ ഒരു 10 to 20% ആൾക്കാരും ഈ IPMAT കോഴ്സ് ഓൾറെഡി എൻറോൾ ചെയ്ത ആൾക്കാരാണ്. മനസ്സിലായോ? കാരണം അവർക്ക് CAT എഴുതണ്ട, റിപ്പീറ്റഡ്ലി പിന്നെ CAT എഴുതണ്ട. അവർ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് 5 ഇയറിലോട്ട് പോകാം. ഓക്കെ, രണ്ടാമത്തെ കേസ് അത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, നമ്മൾ 3 വർഷം ഒരു IIM ഇൻഡോറിൽ പഠിച്ചു, അല്ലെങ്കിൽ IIM ഇപ്പം IIM കോഴിക്കോടിന്റെ കൊച്ചി ക്യാമ്പസിൽ നമ്മൾ പഠിച്ചു. നമ്മൾ എന്ത് ചെയ്യാണ്, ഇനി PG വേറൊരു IIMലോട്ട് നമ്മൾ നോക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, 3ാമത്തെ വർഷം എക്സിറ്റ് അടിക്കാം. നമുക്ക് രണ്ടാമത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടാണ് നമ്മൾ MBA നോക്കുന്നതെങ്കിൽ CAT റിപ്പീറ്റഡ്ലി എഴുതി വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് നമുക്ക് പോവാം. ഓക്കെ,
അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എക്സിറ്റ് ആകാൻ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. സെക്കൻഡ് ഇയറിലാണ് എക്സിറ്റ് ആകാൻ നമുക്കൊരു ഡിപ്ലോമ കിട്ടും. ഓക്കെ, അങ്ങനെ ആരും എക്സിറ്റ് ആകാറില്ല ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒന്നും. തേർഡ് ഇയറിലാണ് കുറച്ച് പേരൊക്കെ എക്സിറ്റ് ആകുന്നത്. ഒരു BBA പ്രോഗ്രാം പുതുതായിട്ടൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സാധ്യതയുള്ള സമയത്ത് അവരെന്ത് ചെയ്യും, തേർഡ് ഇയർ കഴിഞ്ഞ് ചിലപ്പോൾ എക്സിറ്റ് ആകും, അല്ലെങ്കിൽ നല്ല പ്ലേസ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ എക്സിറ്റ് ആകും. അല്ലെങ്കിൽ ഇപ്പോൾ MBA പ്രോഗ്രാം അവർ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 4 ഇയറിൽ 5th ഇയർ ആകുമ്പോൾ MBA പ്രോഗ്രാം കംപ്ലീറ്റ് ആയി അവിടെ നല്ല അതിന് ഹയർ പ്ലേസ്മെന്റ് കിട്ടി അവർ എന്ത് ചെയ്യും, എക്സിറ്റ് ആവും. ഈ ഒരു പ്രൊസീജിയറാണ് പ്രധാനമായിട്ടും എല്ലാവരും ചൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും 3 വർഷം കഴിഞ്ഞ് എക്സിറ്റ് ആവും. അതിൽ 20-25% മാത്രമേ എക്സിറ്റ് ആകത്തുള്ളൂ. ബാക്കി ആൾക്കാരെല്ലാം 5 ഇയർ 5 വർഷം ആ ഒരു കോഴ്സ് BBA + MBA എന്ന് പറയുന്ന 5 വർഷത്തെ കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നവര് എക്സിറ്റ് ആകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ സ്ട്രാറ്റജീസിലോട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും വരുന്നത്. പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കേസിലോട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ 9 മുതൽ 12 മാസം വരെയാണ് നമ്മൾ എന്തിന്റെ പ്രിപ്പറേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, ഇപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ഈ എക്സാംസിന്റെ ഡേറ്റ്സ്, എക്സാംസിന്റെ ഇൻഫർമേഷൻ, അതുപോലെ തന്നെ സീറ്റ്സിന്റെ വേക്കൻസി, അങ്ങനത്തെ കേസുകളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ഒരു ഗൂഗിൾ ഫോം ഇടും. ആ ഗൂഗിൾ ഫോം ഒന്ന് എല്ലാവരും ഒന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അടങ്ങി PDF നമ്മൾ ഷെയർ ചെയ്ത് തരാം. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഡീറ്റെയിൽസ്, ഓരോ എക്സാംസിന്റെ ഡേറ്റ്സ്, പ്രിപ്പറേഷന്റെ ബേസിക്സ് ഒക്കെയുള്ള, അതുപോലെ കോഴ്സ് സ്ട്രക്ചർ, എങ്ങനെ പഠിക്കണം, സ്റ്റഡി പ്ലാൻ അടക്കമുള്ള ഫുൾ ഡീറ്റെയിൽസും നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുന്ന ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഒന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് തരും. ഓക്കെ, ക്ലിയർ അല്ലേ? ചാറ്റ് ബോക്സിൽ ഇപ്പോൾ ആ ഗൂഗിൾ ഫോം വരും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് ഫില്ല് ചെയ്യുക. കാരണം കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ എക്സാംസിന്റെ ഓരോ ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ഒരു ഡോക്യുമെന്റ് വഴി, ഈ ഒരു ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്? പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് നമ്മൾ +1 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ +2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. +1 സ്റ്റാർട്ട് ചെയ്യാൻ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് 1 വർഷം അഡീഷൻ റിവിഷൻ ആഡ് ഓൺ ബാച്ച് കിട്ടും, റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടെ കിട്ടും. either +1 തുടങ്ങാൻ ഏറ്റവും നല്ലതാണ്. +1 അല്ലെങ്കിൽ +2 നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് +2 ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മിനിമം ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങും. ഓക്കെ, കാരണം ഇപ്പോൾ നമ്മൾ കൂടുതലും കോമേഴ്സുകാരുണ്ട്, സയൻസുകാരുണ്ട്, ഹ്യൂമാനിറ്റീസുകാരുണ്ട്, മാത്സ് അറിയാവുന്ന ആൾക്കാരുണ്ട്, മാത്സ് ഇല്ല അറിയാത്തുള്ള ആൾക്കാരുണ്ട്. നമ്മൾ A to Z മാത്സ് നമ്മൾ എന്ത് ചെയ്യും, മാത്സ് മാത്രമല്ല A to Z കോഴ്സ് ഫ്രം ബേസിക്സ് നമ്മൾ എന്ത് ചെയ്യും, പഠിപ്പിക്കും. എഡക്സിലാണെങ്കിലെ കോഴ്സ് അല്ല, എഡക്സിലാണെങ്കിലെ സ്ട്രാറ്റജിയും കൂടെ പറയുന്നത്. എങ്ങനെ നമുക്ക് റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ് പറയുന്നത്. A to Z കോഴ്സ് അല്ലെങ്കിൽ A to Z കേസുകൾ നമ്മൾ എന്ത് ചെയ്യും, എഡക്സിലാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. അതിപ്പോ ബേസിക് നമ്പർ സിസ്റ്റം തുടങ്ങിയുള്ള കാര്യങ്ങളടക്കം നമ്മൾ എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും. അതിന് ഒരു തരത്തിലുള്ള എക്സംഷൻസ് വരുത്തുന്നതല്ല. അതായത് നമ്പർ സിസ്റ്റം എന്താണ്, സ്പീഡ് മാക്സ് എന്താണ്, അല്ലെങ്കിൽ സ്പീഡിൽ എങ്ങനെ ആഡ് ചെയ്യാം, സ്പീഡിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ ഇംഗ്ലീഷിന്റെ ബേസിക് ഗ്രാമർ തുടങ്ങിയുള്ള കേസുകളൊക്കെ നമ്മൾ പഠിപ്പിക്കും. കാരണം ഫസ്റ്റ് നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസിലേക്ക് പോകാൻ പറ്റുന്നത്. സോ ഫൗണ്ടേഷൻ നമ്മൾ ആദ്യമേ സ്ട്രോങ് ആക്കും. ഫൗണ്ടേഷൻ ബാച്ച് ഇപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്ത് എൻറോൾ ചെയ്താലും, ഇറ്റ് മീൻസ് ഈ 2-3 ഡേയ്സിനകത്ത് എൻറോൾ ചെയ്യുന്ന ലൈവ് ക്ലാസ് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് കണ്ട് പഠിച്ചു തുടങ്ങാൻ പറ്റും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് വൺസ് ഫൗണ്ടേഷൻ ഈസ് ഡൺ, ഫൗണ്ടേഷനിൽ നമ്മൾ ആദ്യം പോകുന്നത് ഇന്റർമീഡിയറ്റിലോട്ട്. ഇന്റർമീഡിയറ്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലെവൽ 1 ചോദ്യങ്ങളാണ്. ലെവൽ 1 ക്വസ്റ്റ്യൻസ്, എൻട്രൻസിന് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലെവൽ 1 നമ്മൾ ആദ്യം പഠിക്കുന്നത് അല്ലെ പഠിക്കേണ്ടത് എന്നുള്ള കേസാണ് പറയുന്നത്. ലെവൽ 1 ആദ്യം പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഇക്വേഷൻ അറിയാം, ബേസിക്സ് അറിയാം. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചു തുടങ്ങണം, വേണ്ടേ? പലരുടെയും പ്രശ്നം ഈ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം, പക്ഷെ അത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ? അപ്പൊ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഗ്യാപ്പ് നമ്മൾ ആദ്യം ബ്രിഡ്ജ് ചെയ്യണം. അത് നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പം ആ ലെവൽ 1 അടക്കം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ക്വസ്റ്റ്യന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഓരോ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ്, റിപ്പീറ്റഡ്ലി ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് ഓരോ ഏരിയയിൽ നിന്ന് വരുന്നത്, ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിപ്പിച്ച് ഇത് ലെവൽ 1 കംപ്ലീറ്റ് ചെയ്യും. ലെവൽ 1 ശേഷമാണ് ലെവൽ 2 ഇന്റർമീഡിയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്റർമീഡിയറ്റ് ഓക്കെ, ഇന്റർമീഡിയറ്റിൽ നമ്മൾ അടുത്ത സെറ്റ് ഓഫ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജിപ്പാറ്റിന്റെ ലെവലിലുള്ള ചോദ്യങ്ങളോട്ടാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ റെഗുലർലി ക്ലാസ്സുകൾ കാണും, റെഗുലർലി പ്രാക്ടീസ് ചെയ്യും. നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണ്, ബേസിക്സിൽ നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതായിരുന്നു, വീക്ക് ഏരിയ ഏതായിരുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ പെർഫോമൻസ് എന്താണ്, ആ പെർഫോമൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, നമ്മുടെ ആഡ് ഓൺസ് എന്തൊക്കെയാണ്, നമുക്ക് മിസ് ഔട്ട് ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കും. മൂന്നാമത്തെയാണ് എന്ത്, ലെവൽ 3 അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്. ഈ അഡ്വാൻസ്ഡ് ലെവലില്
നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് IP MATന്റെ എക്സാക്ട് ക്വസ്റ്റ്യൻസ് എന്താണ്, ആ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, അതിനും ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഏകദേശം ടോട്ടൽ 10,000+ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, IP MATന്റെ അല്ലെങ്കിൽ JIPMATന്റെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ ഏതൊക്കെയാണ് എൻട്രൻസുകൾ ക്ലിയർ ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ ഒറിജിനൽ എക്സാം എഴുതാൻ പോകുന്നത്. ഇപ്പൊ മാത്രമല്ല വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഓൺലൈനിൽ പഠിക്കുന്നത്. എന്തുകൊണ്ട് ഓൺലൈനിൽ പഠിക്കണമെന്ന് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ എക്സാം ഓൺലൈൻ എക്സാം ആണ് അല്ലെ. ഈ ഓൺലൈൻ എക്സാം ആകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുന്നതും നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് നോക്കുന്നതും സെലക്ട് ചെയ്യുന്നതും ഇതുമായിട്ട് നമുക്കൊരു പ്രാക്ടീസ് വരണം. കാരണം നമുക്കത് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എല്ലാവരും ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കാരാണോ? പേരൻസും മക്കളും ഒക്കെ ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കാരാണോ? ആണോ? എസ് ഓർ നോ പറയാമോ? ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. ക്രിക്കറ്റ് കളി കാണുന്ന ഒരു എക്സാമ്പിൾ, ചെറിയൊരു എക്സാമ്പിൾ പറയാനാണ്. ക്രിക്കറ്റ് കളി കാണുന്ന ആൾക്കാരാണ്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്ക് ബാറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ബാറ്റ്സ്മാൻ വിരാട് കോഹ്ലി ഒക്കെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് വ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഡഗ് ഔട്ടിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ബാറ്റ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് വ്യൂ ഒന്ന് ഹെൽമെറ്റ് വെച്ച് വ്യൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടോ? അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ലെവലിലൂടെ തന്നെ ബോളിനെ കറക്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്, ആ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യാനും ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇതേ സെയിം കാര്യമാണ് ഓൺലൈനിൽ നമ്മൾ എക്സാം എഴുതുമ്പോഴും ഓൺലൈനിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നു. ഈ ഒരു സ്പീഡ്, കാരണം നമുക്ക് വലിയ സമയമൊന്നുമില്ല. നമുക്ക് ഒന്നെങ്കിൽ 90 മിനിറ്റ് അല്ലെ 100 മിനിറ്റ് അല്ലെ 120 മിനിറ്റ് അല്ലെ 150 മിനിറ്റ്, ഇത്ര സമയം നമുക്കുള്ളൂ. ഇതിനാ നമ്മൾ ഇത്രയും ചോദ്യം എഴുതണം, ചോദ്യം കറക്റ്റ് ആക്കണം. എല്ലാ ചോദ്യം എഴുതേണ്ട ആവശ്യമില്ല, കുറെ ചോദ്യങ്ങൾ ഒഴിവാക്കണം, കാരണം മൈനസ് മാർക്ക് ഉണ്ട്. ഓക്കെ, സോ ആ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഓൺലൈനിൽ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് സ്ക്രീനിൽ ഇത് അക്സെപ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ സ്പീഡ് കൂട്ടണം, ആക്യുറസി ലെവൽ കൂട്ടണം, നമുക്ക് തെറ്റിപ്പോയ ഏരിയാസ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ശരിയാക്കണം. ഓക്കെ, സ്ഥിരമായിട്ട് തെറ്റുന്ന ഏരിയാസ് ഉണ്ടോ നമ്മൾ മനസ്സിലാക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. വേണ്ടേ 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 ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് വേണ്ടേ? വേണം. അതുകൊണ്ടാണ് ഓൺലൈനിൽ നമ്മൾ ഓപ്റ്റ് ചെയ്യാൻ പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് നമുക്ക് പഠിക്കാം, ഏത് സമയത്ത് നമുക്ക് പഠിക്കാം. നമുക്കൊരു ഡൗട്ട് വന്ന് ഉടനെ നമുക്ക് റെക്കോർഡ് ക്ലാസ് കാണാം, ഒരു ഡൗട്ട് വന്ന് ഉടനെ നമുക്ക് നോട്ട്സ് കാണാം, PPTs കാണാം, എല്ലാ കാര്യങ്ങളും കാണാം. നമ്മുടെ ഒരു അവൈലബിലിറ്റി ഇഷ്യൂസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമ്മൾ എക്സാമിന്റെ ഡേറ്റ്സ്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമുക്ക് ഇവിടെ നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലെ. നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണ്. നമ്മൾ വീക്കിലി നമ്മൾ ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ബൈ വീക്കിലി ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഓരോ സെക്ഷന്റെയും ക്വാണ്ടിന്റെ സെക്ഷന്റെ സബ് സെക്ഷൻസിന്റെ ഓരോ ടോപ്പിക്കിന്റെയും ടെസ്റ്റുകൾ, മൾട്ടിപ്പിൾ ടെസ്റ്റുകൾ നമുക്കുണ്ടായിരിക്കും. ഓരോ സബ്ജക്റ്റിന്റെ DLRന്റെ മൾട്ടിപ്പിൾ ടോപ്പിക്കിന്റെ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. VARCയുടെ എങ്ങനെ ഉണ്ടായിരിക്കും. റെഗുലർലി നമുക്ക് അസൈൻമെന്റ്സ് ഉണ്ടായിരിക്കും, നമുക്ക് ടാസ്ക് ട്രാക്കിംഗ് ഉണ്ടായിരിക്കും, പെർഫോമൻസ് ഇവാലുവേഷൻ ഉണ്ടായിരിക്കും. നമ്മൾ എവിടെയായിരുന്നു ടു എവിടെ വരെ നമുക്ക് പോകണം, നമുക്കൊരു ബെഞ്ച് മാർക്ക് ഉണ്ടായിരിക്കും, നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എത്തേണ്ട ലെവലും എത്തേണ്ട മാർക്കും, ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി എത്തേണ്ട മാർക്കുമാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ സ്ട്രാറ്റജൈസ് ചെയ്ത് മാത്രമാണ് ഇടച്ചിലാണെങ്കിൽ ക്ലാസ്സുകൾ കൊണ്ടുവന്നത്. ഒരിക്കലും പഠിച്ചാൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ് എൻട്രൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പഠിച്ചാൽ മാത്രം എൻട്രൻസ് കിട്ടുമോ? പഠിച്ചാൽ മാത്രം എൻട്രൻസ് കിട്ടുമോ? അതാണ് ചോദ്യം. പഠിച്ചാൽ മാത്രം എൻട്രൻസ് കിട്ടുമോ? 3 ദിവസം പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. എൻട്രൻസിന് പഠിക്കേണ്ടത് സ്ട്രാറ്റജിക്കലി. ചുമ്മാ നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല. ചുമ്മാ കുറെ ബുക്ക് വായിച്ചു, ചുമ്മാ കുറെ കണക്ക് ചെയ്ത് നോക്കി, ചുമ്മാ കുറെ പാസേജ് വായിച്ചു നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. വാട്ട് ഈസ് ആക്ച്വലി റെലവെന്റ് ഫോർ ദ എൻട്രൻസ് എക്സാം? എൻട്രൻസിന് എന്താണ് വേണ്ടത്, അതാണ് നമ്മൾ ആദ്യം പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അതിന്റെ സിലബസ് എന്താണ്, മെറ്റീരിയൽസ് എന്താണ്. അപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ. ഇതൊക്കെ ഓൺലൈനിൽ കിട്ടത്തില്ലേ? ഓൺലൈനിൽ ഇതെല്ലാം സ്പെസിഫിക്കലി കിട്ടത്തില്ല. ഓൺലൈനിൽ ഒരുപാട് സാധനം കിട്ടുന്നത്, ഒരുപാട് സാധനം. ഈ ഒരുപാട് സാധനം നമ്മൾ എടുത്തു വെച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സ്പെസിഫിക്കലി എക്സാം സെന്റേർഡ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മുടെ ലക്ഷ്യം എന്താ? IP MAT അല്ലെങ്കിൽ BMS അല്ലെങ്കിൽ JIPMAT അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ എൻട്രൻസ് നമ്മൾ ക്രാക്ക് ചെയ്യുക. അതല്ലേ നമ്മുടെ ലക്ഷ്യം? ആണോ അല്ലയോ? അതല്ലേ നമ്മുടെ ലക്ഷ്യം അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മൾ സ്ട്രാറ്റജിക്കലി സിസ്റ്റമാറ്റിക്കലി ഈച്ച് ആൻഡ് എവറിത്തിങ് വിച്ച് ഈസ് റെലവെന്റ് ഫോർ ദ എക്സാം. ഈ എക്സാമിന് എവറസ്റ്റ് കൊടുമുടി ഇപ്പോഴത്തെ ഉയരം എത്രയെന്ന് ചോദിക്കത്തില്ല. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഒരുപാട് സ്ഥലത്തുനിന്ന് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് സെൽഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽസിന്റെ ഒതന്റിസിറ്റി.
നമ്മൾ ഒരു വർഷമായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് PYQs എടുത്ത് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഏരിയാസ് സ്പെസിഫൈ ചെയ്ത് ക്യാറ്റ് പോലെയുള്ള എൻട്രൻസ് എക്സാംസ് റെഗുലർലി റിപ്പീറ്റഡ്ലി ക്രാക്ക് ചെയ്യുന്ന ഫാക്കൽറ്റി ഒക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വരുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേ നോ വാട്ട് ടു സ്റ്റഡി, അല്ലെങ്കിൽ എക്സാമിന് എന്താണ് വാട്ട് ടു ടീച്ച്, എന്താണ് എക്സാമിന് ചോദിക്കുന്നത്, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് റെലവെന്റ് എന്നുള്ള കേസ് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലേ നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? ചുമ്മാ എന്തെങ്കിലും പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ മക്കളെ? പേരൻസിനോടും കൂടാണ് ചോദിച്ചത്, ചുമ്മാ എന്തെങ്കിലും പഠിച്ചു പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇത് മാത്രമല്ല, നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷന്റെ പ്രിപ്പറേഷൻ, ഇതിനടക്കം അസിസ്റ്റൻസ് തരുന്ന ഒരു കംപ്ലീറ്റ് പ്രോഗ്രാം ആണ് എഡക്സി ലേണിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ മക്കൾ IIMs അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എത്തിക്കുന്ന വരെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കോച്ചിങ്ങും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസും ഡീറ്റെയിൽസും എല്ലാം എന്നുണ്ട് നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എക്സാംസിന്റെ ആനുവൽ എക്സാം കലണ്ടർ നമുക്ക് നോക്കാം. ഓക്കെ, ജനുവരി ഫെബ്രുവരി ആകുമ്പോഴാണ് IIM റോത്താക്കിന്റെയും ഇൻഡോറിന്റെയും ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത്. മാർച്ചിലാണ് ജിപ്മാറ്റ് വരുന്നത്. ഓക്കെ, എക്സാം മെയിലും ജൂണിലുമാണ് ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം ജൂൺ 7-നാണ് ജിപ്മാറ്റിന്റെ എക്സാം. നമുക്ക് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കും ഇപ്പം. ഓക്കെ, അതുപോലെ തന്നെ ജൂൺ ജൂലൈയിലാണ് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ ഒക്കെ കോഴ്സ് വരുന്നത്. ജൂലൈ അവസാനം ഓഗസ്റ്റ് ആദ്യം നമ്മുടെ അഡ്മിഷന്റെ ലിസ്റ്റ്, എൻട്രൻസിന്റെ അഡ്മിഷന്റെ ലിസ്റ്റ് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആകരുത് കേട്ടോ, ആരും ലെഫ്റ്റ് ആകരുത്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം നാട്ടിലെ ഡിഗ്രി ചൂസ് ചെയ്യാതെ നമ്മൾ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം IIMsൽ അല്ലെങ്കിൽ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചൂസ് ചെയ്യണം എന്ന് പറയുന്നുള്ള കാര്യം, 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ് ഓരോരുത്തർ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. എവിടെയാണ് എൻ്റെ മോൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ഡിസൈഡ് ചെയ്യേണ്ട സമയമാണ്. എൻ്റെ ഫ്രണ്ട്സ് നാട്ടിൽ ഡിഗ്രിക്ക് പോകുന്നു, അതുകൊണ്ട് ഞാൻ നാട്ടിൽ ഡിഗ്രിക്ക് പോകുന്നു. അപ്പൊ നമ്മുടെ കരിയറിന്റെ ഓപ്ഷൻസും നമ്മുടെ പ്ലേസ്മെന്റ്സും നമ്മുടെ ഫ്യൂച്ചറും ഒക്കെ ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ കാണുന്ന ആൾക്കാർ, നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർ, നമ്മൾ ഇടപഴകുന്ന ആൾക്കാർ, നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ എക്സലന്റ് ആണോ അതോ ആവറേജ് മതിയോ എന്ന് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ ഓപ്ഷൻസ് ലിമിറ്റഡ് ആകണോ, ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണോ? അതാണ് ഫസ്റ്റ് ചോദ്യം. ഓപ്ഷൻസ് ലിമിറ്റഡ് ആകണോ, ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണോ? എന്താണ് നിങ്ങളുടെ ഓപ്ഷൻ? എക്സ്പ്ലോർ ചെയ്യണോ അതോ ലിമിറ്റഡ് ആയിരിക്കണോ? ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? എക്സ്പ്ലോർ ചെയ്യുന്ന താല്പര്യമുള്ളവർ എക്സ്പ്ലോർ എന്നൊരു ചാറ്റ് ബോക്സിൽ ഇടാവോ? എക്സ്പ്ലോർ ചെയ്യണം. എൻ്റെ ഓപ്ഷൻസ് അൺലിമിറ്റഡ് ആയിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യണം, എനിക്ക് കൂടുതൽ ഓപ്ഷൻസ്, വേക്കൻസീസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കേസ് ക്ലിയർ ആയിട്ട് നോക്കണം എന്ന് താല്പര്യമുള്ളവർ ചാറ്റ് ബോക്സ് 2 പേരേ ഉള്ളൂ. നമ്മൾ ഏകദേശം 22 പേരുണ്ടല്ലോ, 20 പേര് നിങ്ങളുണ്ടല്ലോ, 2 പേരേ ഉള്ളൂ. അപ്പോൾ ബാക്കി ആർക്കും എക്സ്പ്ലോർ ചെയ്യണ്ട, എല്ലാവർക്കും ലിമിറ്റഡ് മതിയോ? ഗൈസ്, നമ്മുടെ ലോകം എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ പോകുന്നൊരു സമയമാണ്. ഭയങ്കര ടെക്നോളജിക്കലി ആയിക്കോട്ടെ, കൊമേഴ്സ്യലി ആയിക്കോട്ടെ, എക്കണോമിക്കലി ആയിക്കോട്ടെ, ഭയങ്കര സ്പീഡിൽ പോകുന്നൊരു സമയമാണ്. സോ നമ്മൾ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് പോകുന്ന സ്ഥലം ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു കേസാണ്. നമ്മൾ അത്രയും സ്പീഡിലാണ് നമ്മുടെ നാടും നഗരവും സിറ്റുവേഷൻസും ഒക്കെ പോകുന്നത്. അപ്പൊ ഇവിടുന്ന് UK-ക്കും കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും ഒന്നും അല്ല മക്കളെ കയറ്റി അയക്കേണ്ടത്. നമ്മൾ നമ്മുടെ നാട്ടിലെ അതിന് അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കളെ നമ്മൾ വിടുന്നത്. അതിനുള്ള ഓപ്ഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്. ആ ഓപ്ഷൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമുക്ക് 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ മക്കൾ പ്ലേസ്ഡ് ആകുന്ന എവിടെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇന്ത്യയിലെ ടോപ്പ് MNCസിലായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ സിവിൽ സർവീസിന്റെ നല്ല പ്രിപ്പറേഷനിലായിരിക്കും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആളുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങുമായിരിക്കും. നല്ലൊരു ഹ്യൂജ് ഐഡിയ, നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമായിരിക്കും. കാരണം അയാൾ പഠിക്കുന്ന കാര്യങ്ങൾ, അയാൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, അയാൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അത്രയും ഹൈ പ്രയോറിറ്റി ഉള്ള കേസുകളിലായിരിക്കും അയാൾ പഠിക്കുന്നതും കാണുന്നതും ജീവിക്കുന്നതും ഒക്കെ. ആ ഒരു കേസുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഹാക്കാ. ഈ എൻട്രൻസ് എന്ന് പറയുന്നതേ ഒരു ഹാക്കാ. ഫോർ എ ബെറ്റർ ലൈഫ്, ബെറ്റർ കരിയർ, ബെറ്റർ എക്സ്പോഷർ, ബെറ്റർ എക്സ്പ്ലോറേഷൻ, അതിനൊക്കെ വേണ്ടിയുള്ള ഈസി ഹാക്കാണ് എൻട്രൻസ്. ആ എൻട്രൻസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക, വേറൊന്നുമല്ല. ആ എൻട്രൻസ് ഓപ്റ്റ് ചെയ്യുക. കാരണം അതൊരു ബെറ്റർ കരിയർ നമുക്ക് തരുന്നുണ്ട്, ബെറ്റർ ഫ്യൂച്ചർ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഭാവിയിലോട്ട് സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഈസി മെക്കാനിസമാണ്. മാത്രമല്ല +1 +2 എല്ലാവരും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കും, അതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യാന്നേ ഉള്ളത്. നിങ്ങൾക്ക് ശനി ഞായറൊന്നും ക്ലാസ് വെക്കത്തില്ല ഇവിടെ, Monday to Friday മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, പേരൻസിനും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കല്യാണത്തിന് പോകാൻ പറ്റും, ഫ്രണ്ട്സിനോട് കളിക്കാൻ പോകാൻ പറ്റും, അതിനൊന്നും ഒരു ടെൻഷൻ അടിക്കേണ്ട. കാരണം അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് ഒരേ സമയം നമുക്കിത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ IPM റൂട്ട് അല്ലെങ്കിൽ ക്യാറ്റിന്റെ റൂട്ട് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട്.
നമ്മൾ ഈ IPMAT ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷവും കൂടെ അഡീഷണൽ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും, ഒരു വർഷം കൂടെ. കാരണം അല്ലെങ്കിൽ ക്യാറ്റ് ഡിഗ്രി കഴിഞ്ഞ് 3 വർഷം ഡിഗ്രി പോയി, 1 വർഷം ക്യാറ്റിന് പ്രിപ്പറേഷൻ പോയി, പിന്നെ 2 വർഷം കൊണ്ടായിരിക്കും MBA കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെ 6 വർഷമാണ് നമ്മുടെ കോഴ്സ്. ഇവിടെ 5 വർഷം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് UG + PG നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. മാത്രമല്ല IPMAT ഈസ് വൺ ഓഫ് ദ പ്രോമിസിങ് എൻട്രൻസസ് ഫോർ UG കോഴ്സസിന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള എൻട്രൻസുകളാണ് IPMAT എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ ഓപ്ഷൻസ്, ഇന്റേൺഷിപ്സ് നമുക്ക് കിട്ടും. ഓക്കെ, പ്ലേസ്മെന്റ്സ് നമുക്ക് കിട്ടും. വളരെ ചെറിയ റിസ്ക് ലെവലാണ്, വളരെ ചെറിയ റിസ്ക് ലെവൽ. കാരണം നമ്മൾ നല്ലൊരു ഓപ്ഷൻ ആണ് ചൂസ് ചെയ്യുന്നത്. കോമ്പറ്റീഷൻ കുറവാണ്, അതുകൊണ്ട് കൂടാണ് റിസ്ക് ലെവൽ കുറവാണ്. വളരെ കോമ്പറ്റീഷൻ കുറവാണ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആണ്. മാത്രമല്ല നമുക്ക് 1 വർഷം 1 ഇയർ പ്രിപ്പറേഷൻ ടൈം നമുക്കുണ്ട്. 1 ഇയർ പ്രിപ്പറേഷൻ ടൈം. ഓക്കെ, ഡേ 1 തൊട്ട് നിങ്ങൾ ജോയിൻ ചെയ്ത് IIM ജോയിൻ ചെയ്ത് ഡേ 1 തൊട്ട് IIM ബ്രാൻഡിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. എന്റെ മോൻ എവിടെയാണ് പഠിക്കുന്നത്? IIM പഠിക്കുന്നത്. അല്ലെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിക്കും, വേണം ഞാൻ IIM നീ എവിടെ ജോയിൻ ചെയ്താൽ നമുക്ക് ചോദിക്കാൻ പറ്റും. IIM ഇസ് എ ബ്രാൻഡ്, അല്ലെങ്കിൽ സിംബിയോസിസ് ഒരു ബ്രാൻഡ് തന്നെയാണ്. ആ ബ്രാൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓപ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ സീരിയസ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഒരു പേരൻസിനോടും മക്കളോടും അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കേസ്, 17ാമത്തെ വയസ്സിൽ നമ്മുടെ മനസ്സിലൊരു ഡ്രീം ആയിരിക്കണം IIM നമ്മുടെ മകൻ അല്ലെ മകൾ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എത്തുക എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക 17ാമത്തെ വയസ്സിൽ IIM എത്തണം. നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ട് അങ്ങനെ എത്തുന്നത്? നിങ്ങൾ നിലച്ച് വളരെ വളരെ കുറച്ച് ആൾക്കാരായിരിക്കും എത്തുന്നത്. വളരെ, കാരണം ഇതിനൊരു അവയർനെസ് ഇല്ല. അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ എക്സാം എഴുതാറുമില്ല. ഞാൻ പറയുന്ന കേസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, എല്ലാവരും പോവാ, ഇവിടെ ഇല്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ല. ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ IIM ബ്രാൻഡാണ്. മൂന്നാമത്തെ കേസ്, 1 മുതൽ 2 വർഷം വരെ നമുക്ക് അഡീഷണൽ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ MBAക്ക് പോവാം. നമുക്ക് ആ സമയം ലാഭിക്കാം, നമ്മുടെ കരിയറിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പ്രൈസ്ലെസ് പിയർ നെറ്റ്വർക്ക്. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ, നിങ്ങളെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർ, നിങ്ങളുടെ സീനിയേഴ്സ്, നിങ്ങളുടെ ജൂനിയേഴ്സ്, ഇവരൊക്കെ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള കോർപ്പറേറ്റ്സിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരോ, ലീഡിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരോ, അല്ലെങ്കിൽ VC ഫേംസിൽ അല്ലെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള MNCസിലൊക്കെ വർക്ക് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ് ഭാവിയിൽ. സോ ആ പിയർ നെറ്റ്വർക്ക് നമ്മൾ നാട്ടിൽ നമുക്ക് കിട്ടുമോ? അതെന്റെ ചോദ്യം. നാട്ടിൽ നിന്ന് നമുക്ക് ആ സംഭവം കിട്ടുമോ? നമ്മൾ ഈ എൻട്രൻസ് ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ഒരു പിയർ നെറ്റ്വർക്ക്, അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് നമുക്ക് കിട്ടുമോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശശി തരൂരിനെ പണ്ട് ശശി തരൂർ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. മിനിമം ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കാത്ത ഒരാൾക്ക് ശശി തരൂരിനെ പോലൊരു കമ്പനിക്കാരനെ കിട്ടുമോ? അതാ എന്റെ ചോദ്യം. കിട്ടുമോ? എടാ ഉത്തരം പറയണ. കിട്ടുമോ? ഇല്ലല്ലോ, ഇല്ല. അത് തന്നെയാണ് സംഭവം. കോമ്പറ്റീഷൻ വളരെ കുറവാണ്. ഓക്കെ, പ്ലേസ്മെന്റ് MBAയുടെ അതേ സെയിം ലെവൽ ഓഫ് പ്ലേസ്മെന്റ് ആണ് നമുക്കുള്ളത്. 5 വർഷം IIM ഫാക്കൽറ്റിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 5 വർഷം. ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേറെ ഒരിടത്തുനിന്ന് കിട്ടത്തില്ല. ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട 5 വർഷമായിരിക്കും അത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി അല്ലെങ്കിൽ സാറുമാരെ, ടീച്ചർമാരാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല റിസർച്ചേഴ്സ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഷെയറിംഗ് സെഷൻ, അതായത് സ്റ്റാർട്ടപ്പ് ഓണേഴ്സ് അല്ലെങ്കിൽ പുതിയ ഹൈ വാല്യൂ ബിസിനസ് റൺ ചെയ്യുന്ന ബിസിനസ്മാൻ, അതുപോലെ തന്നെ കീ പൊസിഷൻസ് ഇരിക്കുന്ന ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഇവരൊക്കെയാണ് IIMസിൽ ഒരു സെഷൻസ് ഡെലിവർ ചെയ്യാൻ വേണ്ടി വരുന്നത്. മനസ്സിലായോ? അവിടെ ഒരു സെഷൻ ഡെലിവർ ചെയ്യണമെങ്കിൽ തന്നെ വലിയ പാടാണ്. നാലാമത്തെ ഒരു കേസ് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ IIMസിൽ നടക്കുന്ന ഈവൻസ്, അവിടെ അക്കാഡമിക്സ് മാത്രമല്ല, എല്ലാ ഫൺ ടൈപ്പ് ഈവൻസും ഉണ്ട്. ഇപ്പൊ കോഴിക്കോട് IIMലൊക്കെ ആണെങ്കിൽ ഇപ്പം മാർച്ചൊക്കെ കഴിഞ്ഞാൽ ഫുൾ ഈവൻസാ. ഫെബ്രുവരി മാർച്ചൊക്കെ ഫുൾ ഈവൻസാ. അപ്പൊ പ്ലേ ബാക്ക്, ഇപ്പൊ ജോണിറ്റ ഗാന്ധി അല്ലെ ഹരിഹരൻ, അതുപോലെ തന്നെ ഒരുപാട് മ്യൂസീഷ്യൻസ്, ഒരുപാട് ലൈവ് ഈവൻസ് ഒക്കെ നടക്കുന്ന സ്ഥലം കൂടെയാണ് IIMs. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള സിംഗേഴ്സ്, ആക്ടേഴ്സ് ഒക്കെ വരുന്ന സ്ഥലം IIMs. അവിടെ വളരെ ക്ലോസ്ഡ് ആയിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായി ഈവന്റ് വെക്കുന്നത്. അതുകൊണ്ടാണ് പുറത്താരും ഇത് അറിയാത്തത്. ഓക്കെ, അതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നാട്ടിലൊരു ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ജോലി ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ കരിയർ ഇവിടെ പോകുന്നു, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്നാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, എനിക്കിത് പേരൻസിനോട് പറയാനുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മക്കളെ നല്ലൊരു കരിയർ, നല്ലൊരു ഭാവി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കൾ തന്നെയാണെങ്കിൽ പോലും നല്ലൊരു കരിയറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, എവിടെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഉത്തരവാണ്. നമ്മളൊരു കൊമേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് ആണ് നമ്മൾ മുമ്പോട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ
അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മെഡിസിൻ ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, നോട്ട് ബെറ്റർ, ബെസ്റ്റ് ഓപ്ഷൻ ആണിത്. മനസ്സിലായി? അപ്പൊ ഈ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഒരു കാര്യം കൊണ്ടുണ്ട്, ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. ഫ്രീ ആയിട്ടുള്ള എക്സാംസിന്റെ കലണ്ടർ, ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കറക്റ്റ് ഒരു 55 മിനിറ്റ് നമ്മൾ സംസാരിച്ചു. സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്ത് തോന്നുന്നു? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഒന്ന് പറയാമോ? സംശയങ്ങളുണ്ടോ? യെസ്, ഒരു സംശയമുണ്ട്. പറഞ്ഞ മോനെ. നമ്മള് 3 years BBA പഠിച്ചു കഴിഞ്ഞിട്ട് MBA പഠിക്കില്ലേ IIM-ല്? സോ ഇൻ ദ തേർഡ് ഇയർ കാറ്റ് എക്സാം ക്ലിയർ ചെയ്തിട്ട് MBA പഠിക്കാൻ വേണ്ടിയിട്ട് IIM-ലേക്ക് വരുന്ന സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക? അതെ 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 അതെ, സെയിം. അതെ, ഓക്കെ, താങ്ക് യു. ബാക്കിയുള്ളവര് പറഞ്ഞു. സോ എനിക്കറിയുന്ന കുറെ പേര് IIM ഇൻഡോറിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്. കാരണം അവർ എൻട്രൻസ് എഴുതി കിട്ടി, പക്ഷെ ഇന്റർവ്യൂലാണ് കൂടുതൽ പോകുന്ന കുറെ പേർക്ക്. കാരണം ഈ എക്സ്ട്രാ കരിക്കുലേഴ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളും ഇതിൽ ആഡ് ആവുന്നതാണ്. എസൈഡ്സ് ഈ പ്രിപ്പറേഷൻ ഫോർ എൻട്രൻസ് വേറെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫോർ എ ബെറ്റർ? ഓക്കെ, നമ്മളിപ്പോ ചെയ്യുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ PI പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ സെപ്പറേറ്റ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യും, കരിയർ കൗൺസിലിംഗ് ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇന്റർവ്യൂവിൽ ഇത് പോകാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാല് ഹൗ ടു ക്രാക്ക് ആൻ IIM ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഇല്ലേ? അങ്ങനെ ഒരു സെഷൻ ഉണ്ട് സെപ്പറേറ്റ്. ആ സെഷൻസ് നമ്മുടെ ഇവിടെ ലീഡ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ IIM ഗ്രാജുവേറ്റ്സ് തന്നെയാണ്. ഓക്കെ, IIM-ലെ ഇന്റർവ്യൂ പഠിച്ച് ക്ലിയർ ആയി സെറ്റ് ചെയ്ത് റെഡി ആയ ആൾക്കാർ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഷൻസ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വൺസ് ഈ എൻറോൾമെന്റ് കംപ്ലീറ്റ് ആയി ബൈ നവംബർ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ പ്രിപ്പറേഷനോടെ പാരലലി സ്റ്റുഡൻസിന് വേണ്ടി ഇതിന് തന്നെ കൊടുക്കും. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഇന്റർവ്യൂ പ്രിപ്പറേഷന്റെ ബേസിക്സ്, നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ റെസ്യൂമിൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്, അതിന്റെ ഒരു ആഡ് ഓൺ സെഷൻസ് അടക്കം നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ആ ഒരു കരിയർ കൗൺസിലിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കൂടെ. ഓക്കെ, ജിപ്മാറ്റ് ഇന്റർവ്യൂ ഉണ്ട്, കോഴ്സ് ഫീസ് സ്ട്രക്ചർ. ഓക്കെ, നമ്മളിപ്പോൾ ഓഫറിലാണ് കോഴ്സ് പോകുന്നത് ഫോർ ടുഡേ ആൻഡ് ടുമാറോ. 2 ഡേയ്സിലാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി നമുക്ക് ഫൗണ്ടേഷൻ റണ്ണിംഗ് ആണ്, ഫൗണ്ടേഷൻ ബാച്ച് റണ്ണിംഗ് ആണ്. നമ്മൾ ഈ ഒരു ബാച്ചിലേക്ക് സത്യം പറയാൻ 50 ആൾക്കാരെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, 50 പേര് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓൾറെഡി ഫൗണ്ടേഷനിൽ നമുക്ക് 23 എന്ന് പറയുന്ന അഡ്മിഷൻ കൗണ്ട് ആയതാണ്. ഇനി നമുക്ക് 37 എന്ന് പറയുന്ന അഡ്മിഷൻ കൗണ്ട് മാത്രമേ ഉള്ളൂ. നമ്മളൊരു ബാച്ചിൽ 50 എന്ന് പറയുന്ന സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും 1-to-1 മെന്റർഷിപ്പ് ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് മെന്റർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് മെന്റർ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യും, നിങ്ങളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും, നിങ്ങളുടെ അറ്റൻഡൻസ് ഇവാലുവേറ്റ് ചെയ്യും, നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, വീക്ക് ഏരിയ ഏതാണ്, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. സോ ഇത് ഇവാലുവേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ വീക്ക് കഴിയുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട്സ് വരുന്നത്. സോ ഇത്രയും ഫെസിലിറ്റീസ് എല്ലാം, അതുപോലെ തന്നെ എല്ലാ സെഷൻസും ലൈവ് ആണ്, അതിന്റെ റെക്കോർഡർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ടെസ്റ്റുകൾ അതിന്റെ സൊല്യൂഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സൊല്യൂഷൻ ഓരോ ക്വസ്റ്റ്യന്റെ നിങ്ങൾക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങളുടെ മിസ് ഔട്ട് ആയി പോകത്തില്ല. ഓക്കെ, IPMAT പ്രിപ്പയർ, യെസ്, IPMAT പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ IPMAT CVT അതിനെല്ലാം പ്രിപ്പയർ ആക്കാം. യെസ്, കറക്റ്റ് ആൻസർ, കറക്റ്റ് ചോദ്യമാണ്. ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ IPMAT പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കോഴ്സും, എല്ലാ ബേസിക്കലി പ്ലസ് 2 കഴിഞ്ഞിട്ടുള്ള ഈ മാനേജ്മെന്റ് അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലോട്ടുള്ള എൻട്രൻസുകളുടെ ഒക്കെ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൂടെയാണ് ഈ IPMAT പ്രിപ്പറേഷൻ. നമ്മളിപ്പോൾ ഓഫർ പ്രൈസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൈസ് 59,999 ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഓഫർ പ്രൈസിൽ ഫോർ ടുഡേ ആൻഡ് ടുമാറോ ഓൺലി നമ്മൾ ഓഫർ പ്രൈസിൽ 39,999 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും നാളെയും കൂടെ കഴിഞ്ഞ ബാച്ച് ക്ലോസ് ചെയ്യും. ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യാണ്, 50 എന്ന് പറയുന്ന ബാച്ച് ക്ലോസ് ചെയ്ത് ഇപ്പൊ പോകുന്ന ജിപ്മാറ്റിന്റെ ക്ലാസ്സുകൾ അടക്കം നിങ്ങൾ കണ്ട് നിങ്ങളുടെ ബേസിക്സ് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കാരണം നമ്മൾ റെഡിയാണ് എക്സാമിന്. ആദ്യം നമ്മൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാല് നമ്മൾ എൻട്രൻസിനെ മനസ്സിലാക്കുക, ടോപ്പിക്കുകളെ മനസ്സിലാക്കുക, പഠിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, എക്സാം പാറ്റേണിനെ മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സാംസിന് പോകേണ്ടത്. റൈറ്റ്? അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? എക്സാമിനെ മനസ്സിലാക്കുക, ടോപ്പിക്കിനെ മനസ്സിലാക്കുക, സിലബസുകളൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, എൻട്രൻസ് കഴിഞ്ഞാൽ 3 വർഷം BBA ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 2 വർഷം MBAക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കി
കറക്റ്റ് ആയിട്ട് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക്. വരിക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഡൗട്ടുകളുണ്ട് അത് ക്ലിയർ ചെയ്യുക, റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പേഴ്സണൽ ഇന്റർവ്യൂ അടക്കം നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ അടക്കം IAM എക്സ്പേർട്സ് ലീഡ് ചെയ്യുന്ന സെഷൻസ് അടക്കം നിങ്ങൾക്കുണ്ട്. സോ നോ നീഡ് ടു വറി. വരിക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, വരിക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇത്രയും യൂസ് ചെയ്താൽ മതി. ഹാപ്പി അല്ലേ എല്ലാവരും? ഹാപ്പി അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. യെസ് ജോജോ. ഇവർക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് അങ്ങനെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യോ? യെസ്, നമ്മൾ എല്ലാ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ടുള്ള PPTs പ്രൊവൈഡ് ചെയ്യും. ഇക്വേഷൻസിന്റെ സോറി ഹാർഡ് കോപ്പി ആണോ? അതെല്ലാം സോഫ്റ്റ് കോപ്പിയാണ്. അതെല്ലാം സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മുടെ എഡക്സി ലേണിംഗിന്റെ നിങ്ങൾ എൻറോൾ ചെയ്യുമ്പോൾ ആപ്പിനകത്ത് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. ഹാർഡ് കോപ്പി അല്ല, സോഫ്റ്റ് കോപ്പി പ്രൊവൈഡ്. എല്ലാ സോഫ്റ്റ് കോപ്പി നമ്മുടെ എഡക്സി ലേണിംഗ് ആപ്പിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ. കാലിക്കറ്റ് IAM ഉണ്ടല്ലോ, കാലിക്കറ്റ് IAM എൻട്രൻസിന്റെ കേസാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. BMS എന്നാണ് എൻട്രൻസിന്റെ കേസ്. ഓക്കെ. BMSന്റെ കേസാണ് അവിടെ പ്രധാനമായിട്ടും വരുന്നത്. ഈ സെയിം വെർബൽ എബിലിറ്റിയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും തന്നെയാണ് വരുന്നത്. അതിന്റെ കോച്ചിങ് അടക്കം നമ്മൾ ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേട്ടോ, ഇതെല്ലാം സെയിം സിലബസ് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു എൻട്രൻസ് ആണ്, അല്ലെങ്കിൽ സിലബസ് ഏരിയ ആണ് ഈ IP മാറ്റിന്റെ സിലബസ് ഏരിയ. ഓക്കെ, ക്ലിയർ അല്ലേ? അഫ്ര മോളെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ അഫ്ര? IP ഫൗണ്ടേഷൻ ക്ലാസ്സസ് ഫോർ 11th and 12th. ആർഷ് അതെ, ലൈവാണ്. ഓക്കെ. എടാ നമ്മളപ്പം IAM പോകാൻ തയ്യാറായോ? IAM പോകാൻ തയ്യാറായ ആൾക്കാരെല്ലാം രസ് അടിച്ചേ. റെഡിയാണോ? നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാണോ ഞാൻ ചോദിക്കുന്നത്? മാനസികമായിട്ട് തയ്യാറാണ്? എസ് എന്ന് ഒരാൾ അഫ്ര പറഞ്ഞു, ഐഷ പറഞ്ഞു, റസൽ പറഞ്ഞു, അഫ്ലവ് പറഞ്ഞു, മറിയം പറഞ്ഞു, അർഷ് പറഞ്ഞു. 6 പേരായി. ബാക്കിയുള്ളവര് തേജസ് പറഞ്ഞു. 7 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ എന്ത് ചെയ്യേ? ബാക്കിയുള്ളവർ എസ് അടിച്ചേ. ബിന്ദു പറഞ്ഞു. ഓക്കെ, ബിന്ദു മിസ് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവർ പറഞ്ഞേ. ജിനേഷ് പറഞ്ഞു. ബാക്കി 8 പേരായുള്ളൂ. 8 പേര്. നമ്മൾ ഏകദേശം 21 പേരിൽ ഒരു 19 പേര് നിങ്ങളാ. ഇനിയും 11 പേര് പറയാനുണ്ട്. റെഡി അല്ലേ? നമ്മള് ഒന്ന് ചാറ്റ് ബോക്സ് റിപ്ലൈ ചെയ്തേ. ആന്റണി ബിജു 10 പേരായി. ഒന്ന് പറഞ്ഞേ. നമ്മളൊരു യെസ് അടിക്കുമ്പോൾ ആക്ച്വലി അത് നമ്മളെ ബൂസ്റ്റ് ചെയ്യണം എന്നാണ്. നമ്മൾ ഈ റിയാലിറ്റി മനസ്സിലാക്കി, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി റിയാലിറ്റി മനസ്സിലാക്കി, സ്റ്റുഡൻസ് തന്നെ കുറെ പേര് മനസ്സിലാക്കി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നില്ല ഈ സെഷൻ? നിങ്ങളൊന്ന് പറഞ്ഞു. അർഷ മോനെ, യൂസ്ഫുൾ ആയിരുന്നോ? യൂസ്ഫുൾ ആയിരുന്നു. കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? നമ്മൾ ഓപ്റ്റ് ചെയ്യുമല്ലേ? Yes, I am thinking of it. Yes, okay, great. ബിന്ദു മിസ് എന്താണ് അവസ്ഥ? ക്ലിയർ ആയോ? ക്ലാരിഫൈഡ് ആയോ? ഹലോ, ഒന്ന് ആരെങ്കിലും ഒന്ന് യെസ് ക്ലിയർ ആയെന്ന് പറഞ്ഞു ഇന്റർവ്യൂവിൽ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു ഗ്രേറ്റ്. സോ ഇന്ന് നാളെ ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാത്ത ബാച്ച് ക്ലോസ് ചെയ്യും. അപ്പോൾ as soon as possible തന്നെ നിങ്ങൾ അപ്ഡേറ്റ് എടുക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജിബ്ബാറ്റിന്റെ ക്ലാസ്സുകളടക്കം നമ്മൾ കറന്റ് റണ്ണിങ് ആണ്. ആ ഒരു ക്ലാസ്സുകളിലേക്ക് തന്നെ നിങ്ങൾ എൻറോൾഡ് ആവുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എക്സാമിനെ പ്രോപ്പറായിട്ട് ഈ വർഷത്തെ എക്സാം എന്താണെന്ന് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക, ക്ലിയർ ആക്കുക, പ്രിപ്പയർ ചെയ്യാൻ മുമ്പോട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ എക്സാമിന്റെ കലണ്ടർ, എക്സാമിന്റെ ഫ്രീ മെറ്റീരിയൽസ്, ഫ്രീ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ആ ഫോം ഒന്നുകൂടി ഇപ്പൊ ഷെയർ ചെയ്യും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കണക്ട് ചെയ്താലും മതി. 8921122066. ഓക്കെ അല്ലേ? ഇപ്പൊ വേറൊന്നും ഇല്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. താങ്ക് യു ഫോർ വാല്യുബിൾ ടൈം, ഫോർ യുവർ പേഷ്യൻസ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ബൈ. Thank you.